ഹായ് എവ്രി വൺ, എല്ലാവർക്കും ക്യൂബിറ്റ് അക്കാഡമിയുടെ SSC ആൻഡ് RRB യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ GDയുടെ ഫ്രീ ക്രാഷ് കോഴ്സിൽ QAയുടെ സെഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ടൈം ആൻഡ് വർക്ക് ആണ്. നമുക്ക് ആദ്യം കുറച്ച് ബേസിക്സ് പറയാം, ശേഷം എപ്പോഴുള്ളതുപോലെ നമ്മുടെ ക്വസ്റ്റ്യൻസുമായിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, ഫൈൻ. എന്താണ് ടൈം ആൻഡ് വർക്ക്? ടൈം ആൻഡ് വർക്ക് അല്ലേ? ഓക്കെ, എന്താണ് ഈ ഒരു ടൈം ആൻഡ് വർക്ക് എന്ന ചാപ്റ്ററിലൂടെ SSC ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരിക? അതായത് ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ഒരു വർക്ക് ചെയ്യാൻ ഇത്ര സമയം എടുക്കുന്നു, വേറൊരു ആൾ അതേ വർക്ക് ചെയ്യാൻ ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് ഡേയ്സ് എടുക്കുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഈ വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? അങ്ങനത്തെ ടൈപ്പ് ഓഫ്, അത് ബേസിക് ആയിട്ട് തുടങ്ങി കുറച്ചുകൂടെ ലോജിക് ഇൻവോൾവ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് മെയിൻലി SSC ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ചാപ്റ്ററിലൂടെ നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യങ്ങൾ എന്തൊക്കെയാണ് ടൈം ആൻഡ് വർക്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് ആദ്യം ഒന്ന് പറയാം. ഓക്കെ, ഇതിൽ നമ്മൾ ആദ്യമായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. എന്താണ് എഫിഷ്യൻസി എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്താണ് എഫിഷ്യൻസി? മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്ക് ചെയ്യാനുള്ള കഴിവ്. ഓക്കെ, ഒരു വർക്ക് ചെയ്യാനുള്ള കഴിവിനെയാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ എഫിഷ്യൻസിനെ നമുക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും? ഇപ്പം ഒരു കുട്ടിക്ക് ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് പഠിക്കാൻ, ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു കുട്ടിക്ക് ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് പഠിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അതുകൊണ്ട് കാരണം തന്നെ കുട്ടി ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടി അത്യാവശ്യം സമയം എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ആ ഒരു സബ്ജക്റ്റ് പഠിക്കാനുള്ള കഴിവ് കുറവാണ്. അതുകൊണ്ട് ആ കുട്ടി നല്ല സമയം എടുത്തിട്ടാണ് ആ പെർട്ടിക്കുലർ സബ്ജക്റ്റ് പഠിക്കുന്നത്. ഓക്കെ, വേറൊരു സബ്ജക്റ്റിൽ ആ കുട്ടിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് നല്ല കഴിവുണ്ട് പഠിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ആ കുട്ടി നല്ല കഴിവുള്ളത് കൊണ്ട് തന്നെ ആ കുട്ടിക്ക് സമയം കുറവേ ആവശ്യം വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കഴിവും സമയവും തമ്മിലുള്ള ഒരു റിലേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് ഒരാൾക്ക് ഒരു വർക്ക് ചെയ്യാനുള്ള കഴിവ് കൂടുതലാണെങ്കിൽ അയാൾ എടുക്കുന്ന സമയം കുറവായിരിക്കും. അതേ ആൾക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു വർക്ക് ചെയ്യാനുള്ള കഴിവ് കുറവാണെങ്കിൽ അയാൾ ആ വർക്ക് ചെയ്യാനെടുക്കുന്ന സമയവും കൂടുതലും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മൾ ആ ഒരു കണക്ഷൻ മനസ്സിലാക്കി വയ്ക്കുക. ഇനി എന്താണ് ഈ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്തമാറ്റിക്കൽ ടേമിൽ എങ്ങനെ പറയാം? ഒരു വർക്ക് ചെയ്യാൻ ഒരു പെർട്ടിക്കുലർ സമയം എടുത്തിട്ടാണ് ഒരു വ്യക്തി ആ വർക്ക് ചെയ്യുന്നത് അല്ലേ? ആ ഒരു ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര വർക്ക് ചെയ്യുന്നു, അതിനെയാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. നമ്മൾ മാത്തമാറ്റിക്കൽ ടേമിലേക്ക് എങ്ങനെ പറയാൻ പറ്റും? E = വർക്ക് ഡൺ ബൈ ടൈം. ഓക്കെ, എന്താണ് ഒരു വർക്ക് പെർട്ടിക്കുലർ ടൈമിൽ ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്, വർക്ക് ഡൺ ബൈ ടൈം. ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ മെയിൻലി ഇതിൽ പഠിച്ച് വെക്കേണ്ടത്. ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഡിറൈവ് ചെയ്യാൻ പറ്റും? ടൈം എന്ന് പറഞ്ഞാൽ എന്താവും? ടൈം = വർക്ക് ഡൺ ബൈ എഫിഷ്യൻസി എന്ന് എഴുതിക്കൂടെ ഈ ഒരു ഇക്വേഷനിൽ നിന്നും അല്ലേ? ഓക്കെ, ഇനി ഇതേ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ഡൺ = എഫിഷ്യൻസി ഇൻറ്റു ടൈം എന്നും നമുക്ക് ഡിറൈവ് ചെയ്തൂടെ അല്ലേ? വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി ഇൻറ്റു ടൈം ആണെന്നും നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനിൽ നമ്മൾ ഈ ഒരു ടൈം ആൻഡ് വർക്കിന് മുന്നോട്ട് വയ്ക്കുന്നത്. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ഏതൊക്കെ രീതിയിലായിരിക്കാം നമുക്ക് ഒരു പെർട്ടിക്കുലർ ടൈം തന്നു. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ടൈം, അതായത് ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എയും ബിയും അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ P and Q എന്തെങ്കിലും ആവാം, അവർ എടുക്കുന്ന സമയത്തിൻ്റെ റേഷ്യോ നിങ്ങൾക്ക് തന്നാൽ, റേഷ്യോ മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ അതെങ്ങനെ നിങ്ങൾക്ക് എഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെ എഫിഷ്യൻസി ഏത് രീതിയിൽ എടുക്കാൻ പറ്റും അത് നമുക്കൊന്ന് പറയാം. എങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ P and Q എന്നുള്ള രണ്ട് വ്യക്തികൾ, അവർ P A സമയവും അല്ലെങ്കിൽ A ഡേയ്സും Q B ഡേയ്സും എടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എഫിഷ്യൻസിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും? എഫിഷ്യൻസിനെ നമുക്ക് ഇതിൻ്റെ ഇൻവേഴ്സായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. 1/A അല്ലെങ്കിൽ 1/B എന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ഒരു മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു A എന്ന് പറയുന്ന വ്യക്തി 10 ഡേയ്സ് കൊണ്ട്
ഒരു വർക്ക് ചെയ്യുന്നുവെങ്കിൽ ഒരു ദിവസം കൊണ്ട് അയാൾ എത്ര വർക്ക് ചെയ്യും? 1/10 വർക്കല്ലേ ചെയ്യുക. ഒരു ദിവസം കൊണ്ട് 1/10 വർക്കല്ലേ ചെയ്യുക. അത് തന്നെയല്ലേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. A and B എന്നുള്ള രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അത് തന്നെയല്ലേ സംഭവിച്ചിട്ടുള്ളൂ. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഫൈൻ. നമ്മൾ ഇപ്പോൾ LCM എന്നുള്ള ഒരു മെത്തേഡ് വെച്ചിട്ടായിരിക്കും ഈ ഒരു ചാപ്റ്റർ ചെയ്യുന്നുണ്ടാവുക. അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഓരോരോ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് എങ്ങനെയാണ് അത് അപ്രോച്ച് ചെയ്യേണ്ടത്, എന്താണ് ആ മെത്തേഡ് എന്നും നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഒരു ഇക്വേഷൻ്റെ കൺസെപ്റ്റും അതുപോലെ ടൈമിൻ്റെ ഇൻവേഴ്സ് റേഷ്യോ ആണ് എഫിഷ്യൻസി വരിക എന്നും നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഫൈൻ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോയാലോ. A and B can do a piece of work in 60 days and 75 days respectively. How many days are required to complete the task if they work together? എന്താണ് ക്വസ്റ്റ്യൻ. എക്കും ബിക്കും ഒരേ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 60 ദിവസവും 75 ദിവസമാണ് എടുക്കുന്നത്. ഹൗ മെനി ഡേയ്സ് ആർ റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ ടാസ്ക് ഇഫ് ദേ വർക്ക് ടുഗദർ? അവർ ഒന്നിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതേ വർക്ക് ചെയ്യാൻ അവരെത്ര ഡേ എടുക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പം നമ്മൾ ഇനി പറയാൻ പോകുന്നതാണ് നമ്മുടെ മെയിൻ മെത്തേഡ്, LCM മെത്തേഡ് എന്ന് പറയും. നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇതിൽ വർക്ക് ഡൺ അല്ലെങ്കിൽ ചെയ്യാനുള്ള വർക്കിനെ പറ്റി അവരൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ. വർക്ക് എത്രയാണെന്നും നമുക്ക് അറിയില്ല. അപ്പോൾ ഈ ഒരു LCM മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നതാണ്, ഈ ഒരു വർക്ക് ഇല്ലാത്തത് കാരണം നമ്മൾ ആ ഒരു വർക്ക് ഡൺ അസ്യൂം ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ ഈ വർക്ക് ഡൺ അസ്യൂം ചെയ്യുന്നത്? വർക്ക് ഡൺ എന്ന് പറയുന്നത് നമ്മൾ ഈ തന്നിരിക്കുന്ന ടൈം അല്ലേ, ടൈം തന്നിട്ടുണ്ട്, ആ ടൈമിൻ്റെ LCM ആയിട്ട് നമ്മൾ വർക്ക് ഡണ്ണ് അസ്യൂം ചെയ്യാണ്. ഇതിൻ്റെ LCM എന്താണോ അതാണ് വർക്ക് ഡൺ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മൾ പറയുന്നു ടൈം B എത്ര ദിവസം എടുക്കുന്നു? 60 ഡേയ്സ് എടുക്കുന്നു. B എത്ര ദിവസം എടുക്കുന്നു? 75 ഡേയ്സ് എടുക്കുന്നു അല്ലേ. ഓക്കെ, ഇനി ഇവരുടെ LCM എന്തായിരിക്കും? LCM എന്താ വരിക? LCM 300 ആണ് കേട്ടോ വരിക. LCM 300 ആണ്. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ നമ്മൾ അസ്യൂം ചെയ്തു 300 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് എഫിഷ്യൻസി കിട്ടും. നമ്മൾ നേരത്തെ പഠിച്ചു വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ടൈം ഇൻറ്റു എഫിഷ്യൻസി അല്ലേ. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ടൈം ഇൻറ്റു എഫിഷ്യൻസി. അപ്പോൾ 60 ഡേയ്സ് ഇൻറ്റു എഫിഷ്യൻസിയാണ് ഈ ടോട്ടൽ വർക്കായിട്ടുള്ള 300 അല്ലേ. അപ്പോൾ നമുക്ക് 60 ഇൻറ്റു സംതിങ് ആണ് 300. ആ സംതിങ് എന്താണ്? 60 ഇൻറ്റു 5 ആ 300 അല്ലേ. അപ്പോൾ നമുക്ക് എഫിഷ്യൻസി കിട്ടി അല്ലേ. ഫൈൻ. ഇനി ബിയുടെ എഫിഷ്യൻസി നമുക്ക് അങ്ങനെ തന്നെ കണ്ടുപിടിച്ചൂടെ? 75 ഇൻറ്റു 4 ആ 300 അല്ലേ. അപ്പോൾ 75 ഇൻറ്റു 4 ആ 300 ശരിയല്ലേ. ഇപ്പോൾ നമ്മൾ ചെയ്ത ടൈം ഇൻറ്റു എഫിഷ്യൻസി വർക്ക് ഡൺ നമ്മൾ പഠിച്ച ഇക്വേഷൻ പ്രകാരവും കറക്റ്റാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ടൈം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ടൈമിൻ്റെ LCM അവരുടെ വർക്ക് ഡൺ ആയിട്ട് അസ്യൂം ചെയ്തിട്ട് എഫിഷ്യൻസി നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് ഈ ഒരു LCM മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. ഇനി ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഹൗ മെനി ഡേയ്സ് ആർ റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ ടാസ്ക് ഇഫ് ദേ വർക്ക് ടുഗെദർ? അപ്പോൾ ഒറ്റയ്ക്കുള്ള അവരുടെ എഫിഷ്യൻസി എന്താണ്? എയുടേത് 5 ആണ്, ബിയുടേത് 4 ആണ്. ഇഫ് ദേ വർക്ക് ടുഗെദർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. വർക്ക് ടുഗെദർ എന്ന് പറയുമ്പോൾ ടോട്ടൽ എഫിഷ്യൻസി എത്രയാവും? 5 + 4 = 9 ആവും ഇവരുടെ ഒന്നിച്ചുള്ള എഫിഷ്യൻസി. അങ്ങനെ വരുമ്പോൾ ഹൗ മെനി ഡേയ്സ് ആർ റിക്വയർഡ് എന്ന് പറയുമ്പോൾ ടോട്ടൽ വർക്ക് നമുക്ക് 300 ആണെന്ന് അറിയാം. ഹൗ മെനി ഡേയ്സ് അതായത് ടൈമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ടൈം നമുക്ക് എന്താ അറിയായിരുന്നു? നമ്മൾ നേരത്തെ പഠിച്ചു ടൈം ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ എഫിഷ്യൻസി അല്ലേ. ടൈം ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ എഫിഷ്യൻസി. വർക്ക് ഡൺ നമ്മൾ 300 ആയിട്ട് അസ്യൂം ചെയ്തിരുന്നു. എഫിഷ്യൻസി 2 പേരുടെയും കൂടെ ഒന്നിച്ചുള്ള എഫിഷ്യൻസി 9 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? 300/9 ഇസ് ഈക്വൽ ടു 100/3 എന്താണ് വരിക? 33 1/3 ആണ് വരിക. ഓക്കെ, ക്ലിയർ ആണോ ഈ ഒരു LCM മെത്തേഡ് എന്ന് പറയുന്നത്? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം.
A can do a piece of work in 15 days and B does the same work in 25 days. How many days will A and B together complete this work? എന്താ പറഞ്ഞിരിക്കുന്നത്? A ഒരു വർക്ക് ചെയ്യാൻ 15 ദിവസം എടുക്കുന്നു, ബി അതേ വർക്ക് ചെയ്യാൻ സെയിം വർക്ക് 25 ഡേയ്സ് എടുക്കുന്നു. എ ഒരു വർക്ക് ചെയ്യാൻ 15 ദിവസവും ബി അതേ വർക്ക് ചെയ്യാൻ 25 ദിവസവും എടുക്കുന്നു. ഓക്കെ, ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ എ ആൻഡ് ബി ടുഗെദർ കംപ്ലീറ്റ് ദിസ് വർക്ക്? രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഈ ഒരു വർക്ക് എത്ര ഡേയ്സിലാണ് കംപ്ലീറ്റ് ചെയ്യുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് അപ്രോച്ച് ചെയ്ത് നോക്കിയാലോ. ഫൈൻ. എ എന്താണ് വരിക? അപ്പോൾ നമുക്ക് എ ബി ടൈം എഫിഷ്യൻസി ടോട്ടൽ വർക്ക് അല്ലേ. എ 15 ഡേയ്സ് എടുക്കുന്നു അല്ലേ. ബി ഡസ് ദ സെയിം വർക്ക് ഇൻ 25 ഡേയ്സ്. 15 25 LCM എന്താണ്? 75 ആണ് വരിക അല്ലേ. 15 to 5 അല്ലേ, 75 ആണ് വരിക. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ടൈം ഇൻറ്റു എഫിഷ്യൻസി അല്ലേ. അപ്പോൾ 15 ഇൻറ്റു 5 അപ്പോൾ നമുക്ക് എയുടെ എഫിഷ്യൻസി 5 ആയിട്ട് കിട്ടി. ബിയുടെ എഫിഷ്യൻസി നമുക്ക് എന്തായിട്ട് കിട്ടും? 25 ഇൻറ്റു 3 അല്ലേ. അപ്പോൾ നമുക്ക് രണ്ടാളുടെയും എഫിഷ്യൻസി കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവർ ഒന്നിച്ച് ഈ ഒരു വർക്ക് എത്ര സമയത്തിൽ ചെയ്യും എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ടോട്ടൽ വർക്ക് നമ്മൾ അസ്യൂം ചെയ്ത പ്രകാരം 75 ആണ് അല്ലേ. ഇനി രണ്ട് പേരുടെയും ഒന്നിച്ചുള്ള എഫിഷ്യൻസി എത്രയാണ്? 5 + 3 എന്ന് പറയുമ്പോൾ എത്ര വരും? 8 വരും അല്ലേ. ഈ 8 അല്ലേ ഒന്നിച്ചല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 75/8 എന്ന് വരും. 75/8 എന്ന് പറയുമ്പോൾ എത്ര? 9s are 72, ബാക്കി 3/8, 9 3/8 വരും. ഓക്കെ ഫൈൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. Mohan and Ramesh together can do a piece of work in 6 days and Mohan alone can do it in 10 days. In how many days can Ramesh alone do this work? എന്താണ് ചോദ്യം പറയുന്നത്? മോഹനും രമേഷിനും ഒന്നിച്ച് ഒരു വർക്ക് 6 ദിവസത്തിൽ തീർക്കാൻ പറ്റും. ഓക്കെ, മോഹൻ ഒറ്റയ്ക്ക് 10 ദിവസം എടുത്തിട്ടാണ് ആ ഒരു വർക്ക് ചെയ്ത് തീർക്കുന്നത്. In how many days can Ramesh alone do the work? രമേഷിന് ഒറ്റയ്ക്ക് ആ ഒരു വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പം നമുക്ക് നോക്കാം. മോഹനും രമേഷും കൂടെ ചേർന്നിട്ട് എത്ര ടൈമാണ് 6 days ആണ് എടുക്കുന്നത് അല്ലേ. ഓക്കെ, മോഹൻ അലോൺ 10 days. മോഹൻ ഒറ്റയ്ക്ക് 10 days ആണ് എടുക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി? ടോട്ടൽ വർക്ക് ഡൺ തന്നിട്ടില്ല അല്ലേ. അപ്പം നമ്മൾ അസ്യൂം ചെയ്യുന്നു എന്ത്? LCM 6ൻ്റെയും 10 തന്നിരിക്കുന്ന ടൈമിൻ്റെ 6ഉം 10ഉം ആണ് ടൈം. അതിൻ്റെ LCM ആയിട്ടുള്ള 30 ആണ് വർക്ക് ഡൺ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു അല്ലേ. അപ്പോൾ നമുക്ക് എഫിഷ്യൻസി എന്ത് കിട്ടും? 6 5s are 30, അപ്പോൾ 3s അല്ലേ. 3s are 30 കറക്റ്റ് അല്ലേ. അപ്പോൾ എന്ത് വരും? ഇൻ ഹൗ മെനി ഡേയ്സ് ക്യാൻ രമേഷ് അലോൺ ഡൂ ദ വർക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മോഹൻ്റെയും രോഹൻ്റെയും ചേർന്ന് കമ്പൈൻഡ് എഫിഷ്യൻസി 5 ആണ്. മോഹൻ്റെ മാത്രം എഫിഷ്യൻസി 3 ആണ്. അങ്ങനെ വരുമ്പോൾ രമേഷിൻ്റെ എഫിഷ്യൻസി എത്രയായിരിക്കും? 5 - 3, അതായത് കമ്പൈൻഡ് മോഹൻ്റെയും രമേഷിൻ്റെയും കമ്പൈൻഡ് എഫിഷ്യൻസിയിൽ നിന്നും മോഹൻ്റെ എഫിഷ്യൻസി മാത്രം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രമേഷിൻ്റെ എഫിഷ്യൻസി കിട്ടില്ലേ അല്ലേ. അപ്പോൾ 5 - 3 = രമേഷിന് 2 ആണ് രമേഷിൻ്റെ എഫിഷ്യൻസി എന്ന് നമുക്ക് കിട്ടി അല്ലേ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് രമേഷ് അലോൺ ഡൂ ദ വർക്ക് എത്ര ദിവസത്തിലാണ് ചെയ്യാനാണ്. ഈസി അല്ലേ. 30 അല്ലേ ടോട്ടൽ വർക്ക്. 30/2 അല്ലേ. 30/2 = 15 days എന്ന് കിട്ടും അല്ലേ. ഫൈൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A can do a piece of work in 40 days and B can do the same work in 80 days. They work together for 20 days. How much of the work is left to complete? Okay, ക്വസ്റ്റ്യൻ്റെ രീതി അല്ലെങ്കിൽ പാറ്റേൺ ചെറുതായിട്ടൊന്നും മാറിയില്ലേ. എന്താണ് ചോദിച്ചിരിക്കുന്നത്?
എ ഒരു വർക്ക് ചെയ്യാൻ 40 ദിവസവും ബി അതേ വർക്ക് ചെയ്യാൻ 80 ദിവസവും എടുക്കുന്നു അല്ലേ. ദേ വർക്ക് ടുഗെദർ ഫോർ 20 ഡേയ്സ്. രണ്ട് പേരും കൂടെ ചേർന്ന് 20 ദിവസം വർക്ക് ചെയ്തു അല്ലേ. ഹൗ മച്ച് ഓഫ് ദ വർക്ക് ഇസ് ലെഫ്റ്റ് ടു കംപ്ലീറ്റ്. ഓക്കെ, ഇനി എത്ര വർക്കാണ് ബാക്കിയുള്ളത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ തന്നെ അപ്രോച്ച് ചെയ്ത് നോക്കാം. എങ്ങനെ? എ ബി അല്ലേ, ടൈം, എഫിഷ്യൻസി, ടോട്ടൽ വർക്ക്. ഓക്കെ, എയുടെ ടൈം എന്താണ്? 40 ആണ്. ബിയുടെ ടൈം 80 ആണ് അല്ലേ. LCM എന്താ തരിക? സംശയമൊന്നുമില്ല, 80 ആണ് അല്ലേ. 80. അപ്പോൾ 42s are 80, 81s are 80. അപ്പോൾ നമുക്ക് എന്ത് വന്നു? എയുടെ എഫിഷ്യൻസി 2 ആയിട്ടും ബിയുടെ എഫിഷ്യൻസി 1 ആയിട്ടും കിട്ടി. ദേ വർക്ക് ടുഗെദർ ഫോർ 20 ഡേയ്സ്. 20 ഡേയ്സിൽ അവർ ഒന്നിച്ച് വർക്ക് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 20 ഡേയ്സിൽ അവർ ചെയ്യുന്ന ടോട്ടൽ വർക്ക് എത്രയായിരിക്കും? ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ടൈം ഇൻറ്റു എഫിഷ്യൻസി ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ടൈം എന്താണ്? 20 ഡേയ്സ് ആണ് അല്ലേ. 20 ഇൻറ്റു എഫിഷ്യൻസി എന്ന് പറയുന്നത് ദേ വർക്ക് ടുഗെദർ എന്ന് പറയുമ്പോൾ 2 + 1 3 ആവും അല്ലേ. അപ്പോൾ ഇത്രയും വർക്കാണ് 20 ദിവസം കൊണ്ട് അവർ ചെയ്യുക. അതായത് 60 യൂണിറ്റ് വർക്ക് അവർ 20 ദിവസം കൊണ്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ഓഫ് ദ വർക്ക് ഇസ് ലെഫ്റ്റ് ടു കംപ്ലീറ്റ്? എത്രയുണ്ട് ഇനി? 20 കൂടെ ഇല്ലേ കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് എത്ര ഫ്രാക്ഷനിൽ എടുക്കുമ്പം ഇനി 60, ഇനി ബാക്കിയുള്ളത് 80 - 60 = 20 യൂണിറ്റ് വർക്കാണ് ബാക്കിയുള്ളത്. ഇത് ഫ്രാക്ഷനിൽ എടുക്കുമ്പോൾ 20/80 1/4 ഇത്രയും പാർട്ട് വർക്ക് ആണ് ബാക്കി ഉള്ളത് അല്ലേ. ക്ലിയർ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻ. P can do a piece of work in 20 days and Q can do it in 25 days. If they work on it together for 4 days, then what percentage of work will be left? നേരത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ പെർസെൻറ്റേജ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. എന്താ പറഞ്ഞിരിക്കുന്നത്? പി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 20 days, ക്യൂ ക്യാൻ ഡു ഇറ്റ് ഇൻ 25 days അല്ലേ. അപ്പം എഫിഷ്യൻസി, ടോട്ടൽ വർക്ക് നമ്മൾ എന്ത് ചെയ്തു? LCM ആയിട്ട് എടുക്കുന്നു. എന്താണ് LCM? 20 - 25 100 അല്ലേ. 25s 25 4s അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പിയുടെ എഫിഷ്യൻസി 5 ആയിട്ടും കിട്ടി, ക്യൂയുടെ എഫിഷ്യൻസി 4 ആയിട്ടും കിട്ടി അല്ലേ. അപ്പോൾ നമ്മൾ ഇഫ് ദേ വർക്ക് ടുഗെദർ ഓൺ ഇറ്റ് 4 days, 4 ദിവസം അവർ ഒന്നിച്ച് വർക്ക് ചെയ്തു. അപ്പോൾ അവരുടെ 4 ദിവസത്തെ ടോട്ടൽ വർക്ക് ഡൺ, അവർ ചെയ്ത് വെച്ച വർക്ക് എത്രയായിരിക്കും? 4 4 ഇൻറ്റു അവർ ഒന്നിച്ചാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ടോട്ടൽ എഫിഷ്യൻസി എന്താവും? 9 ആവും അല്ലേ. അപ്പോൾ 4 × 9 = 36 യൂണിറ്റ് വർക്ക് അവർ ചെയ്ത് കഴിഞ്ഞു. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എത്ര പെർസെൻറ്റേജ് വർക്കാണ് ബാക്കിയുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? 100 തന്നെയാണ് നമ്മുടെ വർക്ക് ഡൺ അല്ലേ. അപ്പോൾ ഇനി എത്രയുണ്ട്? 64 ആണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? 64% വർക്കാണ് ഇനി ചെയ്യാൻ ഉള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A and B can do a piece of work in 42 days and B and C can do it in 56 days. If B alone can do it in 70 days, in how many days can C do the work? നിങ്ങളിവിടെ ശ്രദ്ധിച്ചേ, എ ആൻഡ് ബി പറഞ്ഞിട്ടുണ്ട്. എയ്ക്കും ബിക്കും ഒന്നിച്ച് ഒരു വർക്ക് ചെയ്യാൻ 42 ദിവസം എടുക്കുന്നു. ബിയും സിയും കൂടെ അതേ വർക്ക് ചെയ്യാൻ 56 ദിവസം എടുക്കുന്നു. ബി അലോൺ, ബി ഒറ്റയ്ക്ക് അത് ചെയ്യാൻ വേണ്ടി 70 ദിവസം എടുക്കുന്നു. ഇൻ ഹൗ മെനി ഡേയ്സ് ക്യാൻ സി ഡു ദ വർക്ക്? അപ്പോൾ ഈ എ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു പിക്ചറിലേ വരുന്നില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ബി പ്ലസ് സിയുടെ, അതായത് ബിയും സിയും കൂടെ ഒന്നിച്ച് എടുക്കുന്ന ടൈമും സിയുടെ അലോൺ ടൈമും മാത്രം കൺസിഡർ ചെയ്താൽ പോരെ. ഫൈൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈം ബി പ്ലസ് സി എത്ര ടൈം എടുക്കുന്നുണ്ട്? രണ്ടുപേരും കൂടെ ചേർന്ന് 56 ദിവസം എടുക്കുന്നുണ്ട്. ബി അലോൺ, ബി ഒറ്റയ്ക്ക് എത്ര എടുക്കുന്നുണ്ട്? 70 എടുക്കുന്നുണ്ട്. എഫിഷ്യൻസി നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇവരുടെ LCM എത്ര വരും? 56 × 5 എന്ന് പറയുമ്പോൾ 280 അല്ലേ. 56/2 28 × 10 280 വരും. അപ്പോൾ ഈ 280 70ലും പോയില്ലേ? യെസ്. അപ്പോൾ എന്ത് വരും?
ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 280 ആയിട്ട് നമ്മൾ എടുത്തു. ഓക്കെ, 56 ഇൻറ്റു 5 ആർ 280. ഓക്കെ, 70 ഇൻറ്റു 4 ആർ അല്ലേ, 7 ഇൻറ്റു 4 ആർ 28 അല്ലേ. അപ്പോൾ 70, അപ്പം എന്ത് വന്നു, ബി പ്ലസ് സി ഒന്നിച്ചുള്ള, ബിയുടെയും സിയുടെയും ഒന്നിച്ചുള്ള എഫിഷ്യൻസി 5ഉം ബിയുടെ മാത്രം എഫിഷ്യൻസി 4ആയിട്ടും വന്നു. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ഡേയ്സ് ക്യാൻ സി ഡു ദ വർക്ക്? അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി, സീൻ്റെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ബിയുടെയും സിയുടെയും കമ്പൈൻഡ് എഫിഷ്യൻസിയിൽ നിന്നും ബിയുടെ മാത്രം എഫിഷ്യൻസി മൈനസ് ചെയ്താൽ പോരെ അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി, 5 മൈനസ് 4 ഇസ് ഈക്വൽ ടു 1 ആണ് സിയുടെ എഫിഷ്യൻസി എന്ന് നമുക്ക് കിട്ടി അല്ലേ. അങ്ങനെ ആണെങ്കിൽ എത്ര ദിവസം എടുക്കും? ടോട്ടൽ വർക്ക്, അതായത് ടൈം എന്ന് പറയുന്നത് എന്താണ്, വർക്ക് ഡൺ ബൈ എഫിഷ്യൻസി ആണ്. സി ചെയ്യുന്നതാണ് ചോദിച്ചത്, സി നമ്മുടെ എഫിഷ്യൻസി 1 ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് 280 ആണ് നമ്മൾ അസ്യൂം ചെയ്തിരുന്നു. നമുക്ക് സിയുടെ എഫിഷ്യൻസി 1 ആയിട്ടും കിട്ടി. ബൈ 1 ഇസ് ഈക്വൽ ടു 280 ഡേയ്സ് അല്ലേ. ക്ലിയർ അല്ലേ? ഫൈൻ. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ഓക്കെ, പി ആൻഡ് ക്യൂ ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ P and Q can complete a work in 8 days, Q and R in 12 days, and R and P in 15 days. How many days will R alone take to complete the work? എന്താണ് വ്യത്യാസം? ഇതുവരെ ഓരോരുത്തർ അല്ലെങ്കിൽ ആ രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻ വന്നതല്ലേ. ഇപ്പം രണ്ട് പേര് വെച്ച് ചെയ്യുന്നതിൻ്റെ ടൈമാണ് തന്നിരിക്കുന്നത്. ഓക്കെ, നമുക്കൊന്ന് അപ്രോച്ച് ചെയ്ത് നോക്കാം അല്ലേ. പി പ്ലസ് ക്യൂ, പിയും ക്യൂവും കൂടെ കമ്പൈൻ ചെയ്ത് എത്ര സമയം എടുക്കുന്നുണ്ട്? 8 ഡേയ്സ് എടുക്കുന്നുണ്ട്. ക്യൂവും ആറും കൂടെ കമ്പൈൻ ചെയ്ത് എത്ര ദിവസം എടുക്കുന്നുണ്ട്? 12 ദിവസം എടുക്കുന്നുണ്ട്. ആറും പിയും കൂടെ എത്ര ദിവസം എടുക്കുന്നു? 15 ദിവസം എടുക്കുന്നു അല്ലേ. ഇനി ടോട്ടൽ വർക്ക് ഡൺ എത്രയാണ്? നമ്മൾ LCM എടുത്തു. ഇവരുടെ LCM എത്രയാണ് വരിക? 15 ഇൻറ്റു 8 അല്ലേ വരുള്ളൂ. യെസ്, 120 ആണ് ഇവരുടെ LCM വരിക. 8. അപ്പോൾ എഫിഷ്യൻസി എത്ര വരും? ടൈം ഇൻറ്റു എഫിഷ്യൻസി ആണ് ടോട്ടൽ വർക്ക് ഡൺ. അപ്പോൾ എന്ത് വരും? എഫിഷ്യൻസി 8 ഇൻറ്റു 15. 15 ഇൻറ്റു 8 ആണ് 120. 12 ഇൻറ്റു 10 120. 15 ഇൻറ്റു 8 അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് എഫിഷ്യൻസി വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ കമ്പൈൻ ചെയ്യാണ്. ഇതിപ്പോൾ എന്താ വരിക? P പ്ലസ് ക്യൂ ദ എഫിഷ്യൻസി ഓഫ് P പ്ലസ് ക്യൂ, ഇവർ രണ്ടുപേരും കമ്പൈൻ ചെയ്തു, പ്ലസ് ക്യൂ പ്ലസ് ആർ പ്ലസ് പി എന്ന് പറയുന്നത് എന്താണ്? കമ്പൈൻഡ് എഫിഷ്യൻസി അല്ലേ. 15 പ്ലസ് 10 25 പ്ലസ് 8 എത്ര വരും? 33 വരും. 33 യൂണിറ്റാണ് ഇവർ 3 പേരുടെയും എഫിഷ്യൻസി അല്ലേ. അതായത് ഈ കമ്പൈൻ ചെയ്ത എഫിഷ്യൻസി. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇതിപ്പോൾ എന്ത് വരും? ട്വൈസ് പി വരും അല്ലേ. ട്വൈസ് ക്യൂ ട്വൈസ് ആർ. അപ്പോൾ ട്വൈസ് പി പ്ലസ് ക്യൂ പ്ലസ് ആർ അല്ലേ, ഇസ് ഈക്വൽ ടു 33. അപ്പോൾ പി പ്ലസ് ക്യൂ പ്ലസ് ആർ എന്ത് വരും? 33/2 വരും അല്ലേ. ഇവരുടെ 3 പേരെയും ഒന്നിച്ചിട്ടുള്ള എഫിഷ്യൻസിയാണ് 33/2. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി ഡേയ്സ് വിൽ ആർ അലോൺ ടേക്ക് ടു കംപ്ലീറ്റ് ദ വർക്ക്? ആർ അലോൺ, പി പ്ലസ് ക്യൂ പ്ലസ് ആറിൻ്റെ കംപ്ലീറ്റ് കമ്പൈൻഡ് എഫിഷ്യൻസി 33/2 ആണെങ്കിൽ ആർ അലോൺ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? പി പ്ലസ് ക്യൂ, പിയും ക്യൂവും കമ്പൈൻ ചെയ്തിട്ടുള്ള എഫിഷ്യൻസി മൈനസ് ചെയ്താൽ പോരെ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വായിക്കുന്നുണ്ട്. P plus Q plus R, efficiency of P plus Q plus R minus efficiency of P plus Q is equal to efficiency of R അല്ലേ. അപ്പം എഫിഷ്യൻസി ഓഫ് P plus Q plus R നമുക്ക് കിട്ടി 33/2 മൈനസ് എഫിഷ്യൻസി ഓഫ് P plus Q എന്താണ്? 15 അല്ലേ. അപ്പോൾ 15. ഓക്കെ, എന്ത് വരും? 33 മൈനസ് 30/2 3/2 അല്ലേ. 3/2 ആണ് എന്ത്? എഫിഷ്യൻസി ഓഫ് ആർ എന്ന് വന്നു. എഫിഷ്യൻസി ആറിൻ്റെ എഫിഷ്യൻസി നമുക്ക് 3/2 ആയിട്ട് കിട്ടി. ഓക്കെ ഫൈൻ. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഇന്ന് നമ്മളോട് 6 ചെയ്തിരിക്കുന്ന വർക്കാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ്? ടോട്ടൽ വർക്ക് 120 ആണ്.
അല്ലേ? 120 അതിൻ്റെ കൂടെ 6ൻ്റെ എഫിഷ്യൻസി 3/2 ആയിട്ടും കിട്ടി. ടൈം എന്താണ്? ടൈം എന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ എഫിഷ്യൻസി ആണ് അല്ലേ? വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി അല്ലേ? അങ്ങനെ വരുമ്പോഴോ വർക്ക് ഡൺ എന്ന് പറയുന്നത് നമ്മൾ 120 ആണ് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. ആളുടെ 6ൻ്റെ എഫിഷ്യൻസി നമുക്ക് എന്തായിട്ട് കിട്ടി? 3/2 ആയിട്ട് കിട്ടി. അപ്പോൾ എന്ത് വരും? 1/2 ഇൻറ്റു 2/3 എന്ന് പറയുമ്പോൾ എന്ത് വരും? 40 ഇൻറ്റു 2 80 എന്ന് വരും. എത്ര ഡേയ്സ് എടുക്കും? അപ്പോൾ നമുക്ക് 80 ഡേയ്സ് എന്ന് വരും. ക്ലിയർ ആണോ? ഫൈൻ. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ. Amol can do a piece of work in 96 days and Isha can do the same work in 60 days. അല്ലേ? They worked together for 30 days and then Isha left the work. Find the days taken by Amol to finish the remaining work. എന്താണ് ക്വസ്റ്റ്യൻ? അമോൽ ഒരു പെർട്ടിക്കുലർ വർക്ക് ചെയ്യാൻ 96 ഡേയ്സ് എടുക്കുന്നു. അതേപോലെ ഇഷ അതേ സെയിം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 60 ദിവസവും എടുക്കുന്നു. ദേ വർക്ക് ടുഗെദർ ഫോർ 30 ഡേയ്സ്. 30 ദിവസത്തേക്ക് അവർ ഒന്നിച്ച് വർക്ക് ചെയ്തു അല്ലേ? അവരൊന്നിച്ച് 30 ദിവസത്തേക്ക് വർക്ക് ചെയ്തു. ആൻഡ് ദെൻ ഇഷ ലെഫ്റ്റ് ദ വർക്ക്. അതിന് ശേഷം 30 ദിവസം വർക്ക് ചെയ്തതിന് ശേഷം ഇഷ ഈ ഒരു വർക്ക് ഉപേക്ഷിച്ചിട്ട് പോയി. ഓക്കെ. ഫൈൻഡ് ദ ഡേയ്സ് ടേക്കൺ ബൈ അമോൾ ടു ഫിനിഷ് ദ റിമൈനിങ് വർക്ക്. ബാക്കിയുള്ള വർക്ക് ഫിനിഷ് ചെയ്യാൻ അമോൾ എടുക്കുന്ന ഡേയ്സിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ഓക്കെ. അമോൾ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് അല്ലേ? എ ടൈം എന്താണ്? 96 ആണ്. എ നമ്മൾ അമോൾ ആക്കി എടുത്തു. ഇഷ എത്രയായിട്ട്? 60 ആണ് അല്ലേ? 60 ഡേയ്സുമാണ് എടുക്കുന്നത്. അപ്പോൾ LCM അതായത് വർക്ക് ഡൺ എത്രയായി? LCM ഓഫ് 96 ആൻഡ് 60. 96 ഇൻറ്റു 5 by 480 അല്ലേ? ബൈ 2 ഇൻറ്റു 10 480 അല്ലേ? 480 വന്നു. 16 പോവുമല്ലോ. 16 ഇൻറ്റു 8 സാർ അല്ലേ? ഓക്കെ. 96 ഇൻറ്റു 5 എഫിഷ്യൻസി നമുക്ക് എന്ത് വന്നു? 96 ഇൻറ്റു 5 480. എഫിഷ്യൻസി ഓഫ് ഇഷ എന്ത് വന്നു? 60 ഇൻറ്റു 8 480 അല്ലേ? ഓക്കെ. ഇനി ദേ വർക്ക്ഡ് ടുഗെദർ ഫോർ 30 ഡേയ്സ്. ഇവർ ഒന്നിച്ചിട്ട് അമോലും ഇഷയും കൂടെ രണ്ടുപേരും ഒന്നിച്ച് 30 ദിവസം വർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ 30 ദിവസം കൊണ്ട് അവർ കംപ്ലീറ്റ് ചെയ്യുന്ന വർക്ക് എത്രയായിരിക്കും? ടൈം ഇൻറ്റു എഫിഷ്യൻസി 30 ഇൻറ്റു ദേ വർക്ക് ടുഗെദർ ഫോർ 30 ഡേയ്സ്. ഓക്കെ. 5 + 3 13 അല്ലേ? എത്ര ദിവസം എടുക്കും? 390 അല്ലേ? 390 ഡേയ്സ് എടുക്കും. ഈ 390 ഫൈൻഡ് ദ ഡേയ്സ് ടേക്കൺ ബൈ അമോൾ ടു ഫിനിഷ് ദ റിമൈനിങ് വർക്ക്. ബാക്കി എത്ര വർക്ക് ഉണ്ടടാ? 480 ആണ് ടോട്ടൽ വർക്ക് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. 390 ആണ് അവർ 30 ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്ക് അല്ലേ? അപ്പോൾ ഇനി ബാക്കി എത്ര വർക്ക് ഉണ്ട്? 10, 80, 90 വർക്ക് ഇനിയും ചെയ്തിട്ടില്ല. അത് ബാക്കിയാണ്. അത് ആരാ കംപ്ലീറ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അമോലാണ് ബാക്കി കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അമോളിൻ്റെ എഫിഷ്യൻസി എന്താണ്? 90/5 = 18. ഓക്കെ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ഡേയ്സ് ടേക്കൺ ബൈ അമോൾ ടു ഫിനിഷ് ദ റിമൈനിങ് വർക്ക് എന്നാണ് ചോദിച്ചിട്ടുള്ളൂ. കംപ്ലീറ്റ് എത്ര സമയം എടുക്കുന്നു ചോദിച്ചിട്ടില്ല, വെറും റിമൈനിങ് വർക്ക് എന്നേ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് 18 ഡേയ്സ് ആണ് നമ്മുടെ ആൻസർ. ഓക്കെ. സോറി. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. P and Q together can complete a work in 21 days. Q alone can complete it in 84 days. If efficiency of Q becomes double, then in how many days approximately will P and Q together complete the work? എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? പിയും ക്യൂവും കൂടെ ഒന്നിച്ച് ഒരു വർക്ക് ചെയ്യാൻ 21 ദിവസം എടുക്കുന്നു. ക്യൂ ഒറ്റയ്ക്ക് അതേ വർക്ക് ചെയ്യാൻ 84 ദിവസം എടുക്കുന്നു. ഇഫ് എഫിഷ്യൻസി ഓഫ് ക്യൂ ബിക്കംസ് ഡബിൾ, ഈ ക്യൂയുടെ എഫിഷ്യൻസി ഡബിൾ ആവുകയാണെങ്കിൽ എത്ര ഡേയ്സ് ആയിരിക്കും അപ്രോക്സിമേറ്റ്ലി പിയും ക്യൂവും ഒന്നിച്ച് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നതെന്നാണ് ചോദ്യം. ഓക്കെ. ഫൈൻ. ടൈം, എഫിഷ്യൻസി, ടോട്ടൽ വർക്ക് അല്ലേ? ഫൈൻ. P and Q ടുഗെദർ കമ്പൈൻ ചെയ്തിട്ട് എത്ര സമയം എടുക്കുന്നു? 21 എടുക്കുന്നു. Q എലോൺ എത്ര സമയം എടുക്കുന്നു? 84 അല്ലേ? അപ്പം നമുക്ക് LCM എടുക്കാമല്ലോ സുഖമായിട്ട്. എന്താണ് LCM വരിക? 84 തന്നെയാണ് വരിക അല്ലേ? 84 വരും. 21 4 84 1 അല്ലേ?
ഓക്കെ, ഇഫ് ദ എഫിഷ്യൻസി ഓഫ് ക്യൂ ബിക്കംസ് ഡബിൾ എന്നാണ്. പക്ഷേ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, പിയുടെ എഫിഷ്യൻസി എത്രയാണെന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിച്ച് വയ്ക്കാം. പി പ്ലസ് ക്യൂ, പിയും ക്യൂവും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള എഫിഷ്യൻസി 4 ക്യൂ മാത്രം 1 അല്ലേ. അപ്പോൾ പിയുടെ എന്ത് വരും, പി പ്ലസ് ക്യൂ മൈനസ് എഫിഷ്യൻസി ഓഫ് ക്യൂ എന്ന് പറയുമ്പോൾ 4 - 1 ഇസ് ഈക്വൽ ടു പി ഇസ് ഈക്വൽ ടു 3 എന്ന് വന്നു. അതോടൊപ്പം തന്നെ അവരെന്ത് പറയുന്നുണ്ട്, ക്യൂയുടെ എഫിഷ്യൻസി ഡബിൾ ആവുന്നുണ്ട്. ഡബിൾ ആവുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ക്യൂയുടെ എഫിഷ്യൻസി 1 അല്ലേ. അപ്പോൾ ക്യൂയുടെ എഫിഷ്യൻസി ഡബിൾ ആവുക എന്ന് പറയുമ്പോൾ അതെന്തായി മാറും, 2 ആയി മാറും അല്ലേ. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഈ ഒരു വർക്ക് എത്ര ഡേയ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യും. പിയുടെ എഫിഷ്യൻസി 3 ആണെന്ന് കിട്ടി, ക്യൂയുടെ എഫിഷ്യൻസി ഡബിൾ ചെയ്ത് 2 ആയി മാറി. 3 + 2 ഇസ് ഈക്വൽ ടു 5 ആണ് ഇവരുടെ ടോട്ടൽ എഫിഷ്യൻസി ഈ ഒരു മാറ്റത്തിന് ശേഷം അല്ലേ. അപ്പോൾ പിയും ക്യൂവും ഈ ഒരു വർക്ക് 84/5 അല്ലേ എടുക്കേണ്ടത് അല്ലേ. 84/5 എന്ന് വരും. അങ്ങനെ വരുമ്പം 5 1s ബാക്കി 34 അല്ലേ. 34 എന്ന് പറയുമ്പോൾ 16, 6 30 വരും. ബാക്കി 40 എന്ന് പറയുമ്പോൾ 16.8, അപ്രോക്സിമേറ്റ്ലി 70 ഡേയ്സ് അല്ലേ. അപ്രോക്സിമേറ്റ്ലി ചോദിച്ചിട്ടുണ്ട്, 17 ഡേയ്സ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഫൈൻ, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ഓക്കെ, Akash can do a piece of work in 74 days. Vishal can do this work in 37 days. Akash started the work alone. After how many days should Vishal join him so that the total work is finished in 40 days? Okay. നമുക്ക് ഈ ഒരു ചോദ്യം നന്നായിട്ട് ശ്രദ്ധിച്ചൊന്ന് വായിക്കാം അല്ലേ. ആകാശ് ഒരു വർക്ക് ചെയ്യാൻ 74 ദിവസം എടുക്കുന്നു. വിശാൽ അതേ വർക്ക് ചെയ്യാൻ 37 ദിവസവും എടുക്കുന്നു. ഓക്കെ, ആകാശ് സ്റ്റാർട്ടഡ് ദ വർക്ക് അലോൺ. എന്ത് ചെയ്തു, ആകാശ് മാത്രമേ ഈ ഒരു വർക്ക് തുടങ്ങിയുള്ളൂ അല്ലേ. എന്നിട്ട് വിശാൽ അവൻ എത്രയോ ദിവസം കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ദ ടോട്ടൽ വർക്ക് ഇസ് ഫിനിഷ്ഡ്. അതായത് ടോട്ടൽ വർക്ക് 40 ദിവസത്തിനുള്ളിൽ തീരണം. ഓക്കെ, അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ എത്ര ദിവസത്തിന് ശേഷം വിശാൽ ജോയിൻ ചെയ്താലാണ് ടോട്ടൽ വർക്ക് 40 ദിവസത്തിനുള്ളിൽ തീരുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചേ, നിങ്ങൾക്ക് മനസ്സിലായൊരു കാര്യം നമുക്ക് എന്ത് മനസ്സിലാവും, ആകാശ് ഈ കംപ്ലീറ്റ് 40 ഡേയ്സിലും വർക്ക് ചെയ്യണ്ടേ അല്ലേ. കാരണം എന്തുകൊണ്ടാണ്, ആകാശ് സ്റ്റാർട്ടഡ് ദ വർക്ക് അലോൺ. തുടങ്ങിയപ്പോഴും ആകാശ് ഒറ്റയ്ക്കായിരുന്നു, അതിനുശേഷം വിശാൽ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ആകാശ് ഈ ഒരു 40 ദിവസം ഉടനീളം വർക്ക് ചെയ്യണം അല്ലേ. ശരിയല്ലേ? ഫൈൻ, ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിൽ വയ്ക്കാം. ഫൈൻ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എഫിഷ്യൻസി കണ്ടുപിടിക്കാം. ആകാശ് ആൻഡ് വിശാൽ അല്ലേ. ടൈം, എഫിഷ്യൻസി, ടോട്ടൽ വർക്ക് 74 ഡേയ്സ് ആകാശ്, വിശാൽ 37 ഡേയ്സ്. ഒബ്വിയസ്ലി LCM എന്താണ്, 74 ആണ്. 1 2 അല്ലേ. ഫൈൻ, അപ്പം നമ്മൾ പറഞ്ഞു ആകാശിൻ്റെ എഫിഷ്യൻസി നമുക്ക് 1 കിട്ടി. നമ്മൾ പറഞ്ഞു ഈ 40 ദിവസം കംപ്ലീറ്റ് ആയിട്ട് ആകാശ് വർക്ക് ചെയ്യുന്നുണ്ട്. തുടക്കത്തിലും ആകാശ് ഉണ്ടായിരുന്നു, അതിനുശേഷം ആകാശ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ആര് ജോയിൻ ചെയ്യുന്നത്, വിശാൽ ജോയിൻ ചെയ്യുന്നത്. എന്നിട്ട് എൻഡ് വരെ ആ 40 ദിവസവും ആകാശ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആകാശിൻ്റെ ടോട്ടൽ വർക്ക്, ആകാശ് മാത്രം ചെയ്യുന്ന വർക്ക് എത്രയായിരിക്കും, എഫിഷ്യൻസി എന്താണ്, 1 ആണല്ലേ. 1 ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് എത്രയാണ്, 40 ആണ്. അപ്പോൾ ആകാശ് മാത്രം ചെയ്യുന്ന വർക്ക് 40 യൂണിറ്റ് ആണ് അല്ലേ. ബാക്കിയുള്ള വർക്ക് അല്ലേ ആര് ചെയ്യുന്നുള്ളൂ, വിശാൽ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള വർക്ക് എത്രയാണ്, അങ്ങനെ വരികയാണെങ്കിൽ 74 - 40 അല്ലേ. എത്ര വർക്ക് ഉണ്ട് ഇനി ബാക്കി, 34 വർക്ക്. ഈ 34 വർക്ക് ചെയ്യുന്ന ആളാരാണ്, വിശാലാണ് അല്ലേ. അപ്പോൾ വിശാലിൻ്റെ എഫിഷ്യൻസി എത്രയാണ്, 2 ആണ് അല്ലേ. അപ്പോൾ എന്ത് വരും, വിശാൽ എത്ര ദിവസം കൊണ്ട് ചെയ്യും, ടോട്ടൽ വർക്ക് ബൈ എഫിഷ്യൻസി ബൈ 2 ഇസ് ഈക്വൽ ടു 17 ഡേയ്സ്. ഓക്കെ, ഈ ഒരു കംപ്ലീറ്റ് 40 ദിവസത്തിൽ വിശാൽ ആകെ 17 ദിവസമേ വർക്ക് ചെയ്യുന്നുള്ളൂ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആകാശ് ആഫ്റ്റർ ഹൗ മെനി ഡേയ്സ് ഷുഡ് വിശാൽ ജോയിൻ ഹിം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ടോട്ടൽ 40 ദിവസമാണ്, അതിൻ്റെ അകത്ത് 17 ദിവസം ആണ് വിശാൽ വർക്ക് ചെയ്യുന്നത്. അതായത് 40 - 17 അത്രയും ദിവസമാണ് ആകാശ് മാത്രം വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ അത്രയും ദിവസത്തിന് ശേഷമാണ് വിശാൽ ആകാശിനെ
ജോയിൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 40 - 17 is equal to 23 days അല്ലേ. ഫൈൻ. ഓക്കെ, 23 days ആണ് വരിക. ഓക്കെ, ഇതൊരു ലോജിക്കലി നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്തായിരിക്കും വരിക എന്നുള്ളത്. കാരണം ആകാശ് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ബേസിക് കൺസെപ്റ്റ്. അത് മനസ്സിലുണ്ടെങ്കിൽ ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. ഫൈൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. Raj takes twice as much time as Sujay and thrice as much time as Ronak to finish a piece of work. If Sujay can do the work alone in 6 days, then in how many days all three together can finish the same work? എന്താ പറഞ്ഞിരിക്കുന്നത്, രാജ് സുജയനേക്കാൾ ട്വൈസ് ആസ് മച്ച് ടൈം ആസ് സുജയ്, 2 ഇരട്ടി സമയം എടുക്കുന്നുണ്ട് രാജ് സുജയനേക്കാൾ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ത്രൈസ് ആസ് ടൈം ആസ് റോണക്കിനേക്കാൾ ത്രൈസ് ടൈം എടുക്കുന്നുണ്ട് ആര്, രാജ്, ഇതേ വർക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇഫ് സുജയ് ക്യാൻ ഡു ദ വർക്ക് അലോൺ ഇൻ 6 days, സുജയ് മാത്രം ശരിക്കും 6 ദിവസത്തിലാണ് ഈ വർക്ക് ചെയ്യാൻ പറ്റുക, സുജയ്ക്ക് മാത്രം. അങ്ങനെയാണെങ്കിൽ 3 പേർക്കും കൂടെ ആ ഒരു സെയിം വർക്ക് ചെയ്യാൻ എടുക്കുന്ന ഡേയ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഫൈൻ. എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ടൈം റേഷ്യോ കണ്ടുപിടിക്കാം അല്ലേ. അതായത് രാജിൻ്റെയും സുജയിൻ്റെയും അതുപോലെ റോണക്കിൻ്റെയും ടൈം റേഷ്യോ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം അല്ലേ. ഓക്കെ, രാജ്, സുജയ് ആൻഡ് റോണക്. എന്താ പറഞ്ഞിരിക്കുന്നത്, രാജ് ടേക്ക് ട്വൈസ് ആസ് മച്ച് ടൈം ആസ് സുജയ്. അപ്പോൾ നമുക്ക് എന്ത് വരും, റേഷ്യോയുടെ കൺസെപ്റ്റ് അല്ലേ, 2:1. ഫൈൻ, ശരിയാണല്ലോ അല്ലേ. ഇനി ത്രൈസ് ആസ് മച്ച് ടൈം ആസ് റോണക്, ത്രൈസ് ആസ് മച്ച് ടൈം ആസ് റോണക്, റോണക്കിനേക്കാൾ ത്രൈസ് ആണ് ഇയാളെടുക്കുന്ന സമയം അല്ലേ. അപ്പോൾ എന്ത് വന്നു, × 3 × 2 × 2. അപ്പോൾ എന്ത് വരും, 6, 3, 2 അല്ലേ. ഇവരുടെ ടൈം റേഷ്യോ നമുക്ക് എന്ത് കിട്ടി, 6, 3, 2 ആയിട്ട് നമുക്ക് കിട്ടി. എന്ത് വന്നു, RS, അതായത് രാജ്, സുജയ് ആൻഡ് റോണക് 6, 3, 2 ആയിട്ട് കിട്ടി അല്ലേ. ഫൈൻ, ഇതാണ് ടൈം റേഷ്യോ. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, സുജയ് ക്യാൻ ഡു ദ വർക്ക് അലോൺ ഇൻ 6 days. ആക്ച്വലി സുജയ് എടുക്കുന്ന ദിവസം 6 ദിവസങ്ങളാണ് അല്ലേ. ഇത് ജസ്റ്റ് റേഷ്യോ ആണ്. അതായത് നമുക്ക് ശരിക്കുള്ളതിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ × 6 ആക്കണം. സുജയ് എടുക്കുന്ന സമയം 6 ആക്കണമെങ്കിൽ × 2 അല്ലേ. അപ്പോൾ നമ്മളെല്ലാം ചെയ്ത് കൊടുക്കേണ്ട റേഷ്യോ അല്ലേ, × 2 എന്ന് പറയുമ്പോൾ 6 2s are 12, 6, 4 അല്ലേ. ആക്ച്വലി രാജ് 12 ദിവസം എടുക്കുന്നു, സുജയ് 6 ദിവസം എടുക്കുന്നു, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. റോണക് എടുക്കുന്നത് 4 ദിവസമാണ് അല്ലേ ആക്ച്വലി. ഫൈൻ. ഇനി നമുക്ക് ഇതിൻ്റെ LCM എടുത്തൂടെ. ടോട്ടൽ വർക്ക് എന്താണ്, ടോട്ടൽ വർക്ക് നമുക്ക് 12 ആയിട്ട് എടുക്കാം അല്ലേ, 12 അല്ലേ. എഫിഷ്യൻസി എന്ത് വരും അങ്ങനെയാണെങ്കിൽ, 12 1s are 2s are 3s. ഫൈൻ. Then in how many days all three together can finish the same work? 3 പേരും കൂടെ ചേർന്ന് എത്ര സമയത്തിനുള്ളിൽ തീർക്കും, 12 by total work by total efficiency. അതായത് 3 + 2 5 1 6 is equal to 2 days എന്ന് വരും. ഫൈൻ. ഓക്കെ ആണോ ഈ ഒരു ക്വസ്റ്റ്യൻ? ഫൈൻ. Rohan and Sohan can complete a piece of work in 10 days and 12 days respectively if they work on alternate days. Starting with Sohan, in how many days will the whole work be completed? രോഹനും സോഹനും ഒരു പെർട്ടിക്കുലർ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 10 ഡേയ്സും 12 ഡേയ്സും ആണ് എടുക്കുന്നത് എന്ന് പറയുന്നു അല്ലേ. ഇഫ് ദേ വർക്ക് ഓൺ ഓൾട്ടർനേറ്റ് ഡേയ്സ്, അതായത് 2 പേരും ഒന്നിച്ചല്ല വർക്ക് ചെയ്യുന്നത്. ഓൾട്ടർനേറ്റ് ഡേയ്സ് എന്ന് പറയുമ്പോൾ ആദ്യം ആര് വർക്ക് ചെയ്യും, ഒരു ദിവസം ഒരാൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത ദിവസം മറ്റേ ആളായിരിക്കും വർക്ക് ചെയ്യുക. അതാണ് അതിൻ്റെ ഒരു അർത്ഥം അല്ലേ. സ്റ്റാർട്ടിങ് വിത്ത് സോഹൻ, അതായത് ആദ്യം സോഹൻ വർക്ക് ചെയ്യുന്നു, പിന്നെ ആര് വർക്ക് ചെയ്യുന്നു, രോഹൻ വർക്ക് ചെയ്യുന്നു. ആ രീതിയിലാണ് ആ ഒരു പാറ്റേൺ പോകുന്നത്. ഓക്കെ. ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ ദ ഹോൾ വർക്ക് ബി കംപ്ലീറ്റഡ്? ഈ കംപ്ലീറ്റ് വർക്ക്, ഈ ഒരു വർക്ക് എത്ര ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് ചോദ്യം അല്ലേ. ഓക്കെ, ഇതിൻ്റെ ലോജിക് എങ്ങനെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. രോഹൻ ആൻഡ് സോഹൻ അല്ലേ, രോഹൻ സോഹൻ ടൈം എഫിഷ്യൻസി ആൻഡ് വർക്ക്.
10 days and 12 days എന്ന് പറയുമ്പോൾ LCM എന്ത് വരും 60 വരും 6 5 ഫൈൻ ഓക്കെ if they work on alternate days starting with സോഹൻ അല്ലേ അപ്പോൾ ശ്രദ്ധിച്ച മക്കളെ ഫസ്റ്റ് ഡേ എത്ര യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ആവും സോഹനാണ് ചെയ്യുന്നത് അല്ലേ സോഹൻ ചെയ്യുമ്പോൾ എത്ര യൂണിറ്റ് കംപ്ലീറ്റ് ആവും 5 യൂണിറ്റ് കംപ്ലീറ്റ് ആവും സെക്കൻഡ് ഡേ എത്ര യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ആവും ഇപ്പോൾ ആദ്യത്തെ ദിവസം സോഹൻ കംപ്ലീറ്റ് വർക്ക് ചെയ്തു രണ്ടാമത്തെ ദിവസം രോഹനാണ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്ത് വരും 6 സെക്കൻഡ് ഡേ 6 യൂണിറ്റ് വർക്കും ചെയ്തു അതായത് ടോട്ടൽ 2 ദിവസം കൊണ്ട് 2 ഡേയ്സ് കൊണ്ട് ഇവർ 2 പേരും കൂടെ ചേർന്ന് കംപ്ലീറ്റ് ചെയ്യുന്ന വർക്കാണ് 11 യൂണിറ്റ് 2 ദിവസം എടുത്തിട്ടാണ് ഇവർ 2 പേരും കൂടെ 11 വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ലേ ഓക്കെ ഫൈൻ അങ്ങനെ നമുക്ക് മനസ്സിലായി LCM നമ്മൾ ടോട്ടൽ വർക്ക് 60 ആണ് നമ്മൾ LCM എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ടോട്ടൽ വർക്കിൽ എത്ര 11 ഉണ്ടടാ അല്ലേ എത്ര 11 ഉണ്ട് 5 അല്ലേ 11 × 5 55 ബാക്കി 5 അല്ലേ കംപ്ലീറ്റ് ആയിട്ട് എത്ര 11 ഉണ്ട് 5 11 ഉണ്ട് അല്ലേ 5 11 അതായത് 11 പാർട്സ് ഇങ്ങനെ 11 അടങ്ങിയിട്ടുള്ള 5 പാർട്സ് ഉണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു 11 യൂണിറ്റ് ചെയ്യാൻ 2 ഡേയ്സ് എടുക്കുകയാണെങ്കിൽ ഈ 5 11 പാർട്സ് ചെയ്യാൻ എത്ര ഡേയ്സ് എടുക്കും 5 × 2 10 ഡേയ്സ് എടുക്കും അല്ലേ 10 ഡേയ്സ് ശരിയല്ലേ പക്ഷേ നമുക്ക് ഇനിയും 5 യൂണിറ്റും കൂടെ ബാക്കിയുണ്ട് അതായത് 60 മൈനസ് 55 പോയിട്ടുള്ളൂ അല്ലേ ഇനി ബാക്കി 5 കൂടെ ബാക്കിയുണ്ട് ഈ 5 യൂണിറ്റ് ആരായിരിക്കും ചെയ്യുക രോഹനും സോഹനും കൂടെ ചെയ്യുന്നത് പക്ഷേ സോഹനാണ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പം 55 വെച്ച് നിർത്തിയിരിക്കുന്ന ആരായിരിക്കും രോഹനായിരിക്കും നിർത്തിയിരിക്കുന്നത് അപ്പോൾ സോഹനാണ് ഇനി സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതായത് അയാളുടെ എഫിഷ്യൻസി 5 ആണ് അല്ലേ 5 ആണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള വർക്കും 5 യൂണിറ്റ് ആണ് അപ്പോൾ 5/5 1 അല്ലേ ഒരു ദിവസവും കൂടെ വേണം ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അതായത് ടോട്ടൽ 10 ഡേയ്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 11 ഡേയ്സ് എന്ന് ആൻസർ വരും ഫൈൻ ഓക്കെ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോയാലോ Rakesh can do a piece of work in 45 days and Manoj can do the same work in 90 days. Find the time required to complete the same work if they work on alternate days and Rakesh starts a work. Same type of question ആണ് അല്ലേ അപ്രോച്ച് ചെയ്ത് നോക്കിയാലോ രാകേഷ് ഒരു പീസ് ഓഫ് വർക്ക് ചെയ്യാൻ 45 ദിവസം എടുക്കുന്നു മനോജ് എത്ര ദിവസം എടുക്കുന്നു 90 ഡേയ്സ് എടുക്കുന്നു അല്ലേ അപ്പോൾ ടോട്ടൽ വർക്ക് എത്രയായി 90 എഫിഷ്യൻസി എത്രയായി 2 1 അല്ല ഫൈൻഡ് ദ ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ സെയിം വർക്ക് ഇഫ് ദേ വർക്ക് ഓൺ ഓൾട്ടർനേറ്റ് ഡേയ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡേ ആരാണ് തുടങ്ങുന്നത് രാകേഷാണ് തുടങ്ങുന്നത് രാകേഷ് തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 യൂണിറ്റ് ആണ് ആദ്യത്തെ ദിവസം കംപ്ലീറ്റ് ആവുന്നത് സെക്കൻഡ് ഡേ എത്ര യൂണിറ്റ് കംപ്ലീറ്റ് ആവും രാകേഷ് ആദ്യം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട ആളാരാണ് മനോജാണ് മനോജ് എത്ര ദിവസം കൊണ്ട് എത്ര യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യും 1 യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യും അതായത് ടോട്ടൽ 2 ഡേയ്സ് കൊണ്ട് ഇവർ 2 പേരും കൂടെ ചെയ്ത് തീർക്കുന്ന വർക്ക് 3 യൂണിറ്റ് ആണ് അല്ലേ 3 യൂണിറ്റ് ആണ് ഓക്കെ ഈ 90 ആണ് നമ്മുടെ ടോട്ടൽ വർക്ക് എത്ര 3 യൂണിറ്റ് ഉണ്ടടാ 90ൽ 33 യൂണിറ്റ് അല്ലേ 3 × 30 ആണ് 90 എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അത്രയും പാർട്സ് ഉണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ടോട്ടൽ ഡേയ്സ് എത്രയായി മാറും 30 × 2 എന്ന് പറയുമ്പോൾ 60 ഡേയ്സ് എന്ന് വരും അല്ലേ ശരിയല്ലേ ഓക്കെ ഇത് ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ആദ്യത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അതേപോലെ തന്നെയാണ് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് അതേ ഒരു പാറ്റേണിൽ വരുന്നതാണ് ഈ ഒരു എങ്ങനെയാണ് ഞാൻ ഈ മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തതെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കുക ഓക്കെ ഫൈൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ P, Q and R can complete a task in 20, 30 and 60 days respectively. How many days will it take to finish the work if P is helped by Q and R every third day? Okay. P, Q and R 20, 30, 60 days വെച്ചിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ലേ P, Q and R 20, 30, 60 അല്ലേ ഓക്കെ
അപ്പോൾ ടോട്ടൽ വർക്ക് നമുക്ക് എന്തായിട്ട് എടുക്കാം? 60 ആയിട്ട് എടുക്കാം LCM അല്ലേ. അപ്പോൾ എന്ത് വരും? 2 എഫിഷ്യൻസി എന്ത് വരും? 3s 2s 1s അല്ലേ. ഇഫ് P is held by Q and R every third day. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, ഫസ്റ്റ് ഡേ ആരെ വർക്ക് ചെയ്യുന്നുള്ളൂ? P മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ അല്ലേ. മൂന്നാമത്തെ ദിവസമാണ് Q ആറും Pനെ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ആദ്യത്തെ ദിവസം P മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അതായത് ഫസ്റ്റ് ഡേ 3 യൂണിറ്റ് വർക്ക് മാത്രമേ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. സെക്കൻഡ് ഡേയും അതുപോലെ തന്നെയല്ലേടാ, സെക്കൻഡ് ഡേയും 3 യൂണിറ്റ് മാത്രമല്ലേ വർക്ക് കംപ്ലീറ്റ് ആവുന്നുള്ളൂ അല്ലേ. പക്ഷെ തേർഡ് ഡേ എന്താണ് വ്യത്യാസം വരുന്നത്? തേർഡ് ഡേ വരുന്നത് Pനെ Qയും Rഉം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് 3 പേരും കമ്പൈൻ ചെയ്തിട്ടാണ് ആ ഒരു ദിവസം വർക്ക് ചെയ്യുന്നത്. അതായത് ടോട്ടൽ എഫിഷ്യൻസി അപ്പോൾ എത്ര വരും? 6 വരും, 6 യൂണിറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ ഒരു 3 ദിവസം കൊണ്ട് അവർ കംപ്ലീറ്റ് ചെയ്യുന്ന വർക്കാണ് എത്ര വരും? 12 യൂണിറ്റ് അല്ലേ. 12 യൂണിറ്റ് വർക്ക് അവർ 3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു അല്ലേ. നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള വർക്ക് 60 യൂണിറ്റ് ആണ് അല്ലേ. അപ്പോൾ 60-ൽ എത്ര 12 യൂണിറ്റ് ഉണ്ട്? 5 12 യൂണിറ്റ് ഉണ്ട് അല്ലേ. യെസ്. അപ്പോൾ 5 × 3 അല്ലേ. 5 × 3 ഇസ് ഈക്വൽ ടു 15 ഡേയ്സ്. ടോട്ടൽ 15 ഡേയ്സ് ആണ് എടുക്കുക. ക്ലിയർ അല്ലേ? ഇത് ഫൈൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. If 12 men or 9 women can do a piece of work in 36 days, then how many days will 16 men and 18 women take to finish the same work? എന്താണ് പറഞ്ഞിരിക്കുന്നത്? 12 men അല്ലെങ്കിൽ or 9 women can do a piece of work in 36 days. അതായത് അവരെന്താ പറഞ്ഞിരിക്കുന്നത്? 12 മെൻ ചെയ്യുന്ന വർക്കും 9 വുമൺ ചെയ്യുന്ന വർക്കും ഈക്വൽ ആണ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഓർ അല്ലേ, ഓർ. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് ആ ഒരു സെൻറ്റൻസ് കൊണ്ട് അവർ അർത്ഥമാക്കുന്നത്. എത്ര ദിവസം കൊണ്ടാണ്? 36 ദിവസം കൊണ്ടാണ് അവർ കംപ്ലീറ്റ് ചെയ്യുന്നത്. ദെൻ ഹൗ മെനി ഡേയ്സ് വിൽ 16 മെൻ ആൻഡ് 18 വുമൺ ടേക്ക് ടു ഫിനിഷ് ദ വർക്ക്? അപ്പോൾ നമുക്കിവിടെ ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്മുടെ കംപ്ലീറ്റ് LCM മെത്തേഡ് അല്ലാതെ തന്നെ നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത് അല്ലേ. എങ്ങനെയാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്? നമുക്ക് ടോട്ടൽ വർക്ക് ഇക്വേറ്റ് ചെയ്തൂടെ അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞു 12 മെൻ ചെയ്യുന്ന വർക്കും 9 വുമൺ ചെയ്യുന്ന വർക്കും ഈക്വൽ ആണ് ഓർ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്കത് ഇക്വേറ്റ് ചെയ്തൂടെ? ഫൈൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? മാൻ്റെ എഫിഷ്യൻസി M ആയിട്ടും വുമൻ്റെത് W ആയിട്ടും തന്നെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, 12 മെൻ ഇൻറ്റു മെൻ, 12 ഇൻറ്റു മാൻ്റെ എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു 9 വുമൺ, 9 ഇൻറ്റു വുമൻ്റെ എഫിഷ്യൻസി ആയിട്ടുള്ള W അല്ലേ. ഇനി നമുക്ക് MW അതിൻ്റെ റേഷ്യോ കണ്ടുകൂടെ അല്ലേ. M/W, മാൻ ബൈ വുമൺ ഇസ് ഈക്വൽ ടു 9/12 ഇസ് ഈക്വൽ ടു 3/4 എന്ന് വരും. അതാണ് മാൻ വുമൻ്റെ എഫിഷ്യൻസിയുടെ റേഷ്യോ അല്ലേ. ഫൈൻ. ഇനി നമുക്ക് ടോട്ടൽ വർക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ. ഓക്കെ, ഇതിൻ്റെ കൂടെ നമുക്ക് ഡേയ്സും കൂടെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 12 മെൻ ഓർ 9 വുമൺ എന്ന് പറയുമ്പോൾ ടോട്ടൽ വർക്ക് 12 ഇൻറ്റു M അല്ലെങ്കിൽ 9 ഇൻറ്റു W എന്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം? നമ്മൾ എന്ത് ചെയ്യുന്നു? 12 ഇൻറ്റു മാൻ, 12 ഇൻറ്റു മാൻ 12 ഇൻറ്റു മാൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 3 ആണ്. എത്ര ദിവസം കൊണ്ടാണ് അവർ കംപ്ലീറ്റ് ചെയ്യുന്നത്? 36 ദിവസം കൊണ്ട് അല്ലേ. അപ്പോൾ ടോട്ടൽ വർക്ക് എന്താണ്? ഇൻറ്റു 36. ഇതാണ് ഇവരുടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. ദെൻ ഹൗ മെനി ഡേയ്സ് വിൽ 16 മെൻ? 16 മെൻ എന്ന് പറയുമ്പം 16 ഇൻറ്റു മെൻ്റെ എഫിഷ്യൻസി എന്താണ്? 3 ആണ് അല്ലേ. 16 ഇൻറ്റു 3 ഇസ് ഈക്വൽ ടു 48 ആൻഡ് 18 വുമൺ ടേക്ക് ടു ഫിനിഷ് ദ സെയിം വർക്ക്. 18 വുമൺ എന്ന് പറയുമ്പോൾ 18 ഇൻറ്റു വുമൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 4 ആണ്. 4 ഇസ് ഈക്വൽ ടു 72. ഇവരുടെ കമ്പൈൻ ആയിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. എത്ര വരും? 10 120. ഓക്കെ, ഇവർ ഒന്നിച്ച് എത്ര ദിവസം കൊണ്ടാണ് ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് ബൈ ടോട്ടൽ എഫിഷ്യൻസി അല്ലേ ബൈ 120 എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര വരും? ബൈ 10, അതായത് 18/5. അപ്പോൾ എത്ര വരും?
18 3 54/5 അല്ലേ? അപ്പം ഇത് 1 0 4/5 10 4/5 എന്ന് ആൻസർ വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. 40 men can complete a work in 15 days. They started working and after 5 days 10 more men joined them. In how many days will the total work be completed? എന്താണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്? 40 men ഒരു വർക്ക് ചെയ്യാൻ 15 ദിവസമാണ് എടുക്കുന്നത് അല്ലേ? അവർ വർക്ക് ചെയ്യാൻ തുടങ്ങി, പക്ഷേ 5 ദിവസത്തിന് ശേഷം 10 more men 10 ആൾക്കാർ കൂടുതൽ ജോയിൻ ചെയ്തു. ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ ദ ടോട്ടൽ വർക്ക് ബി കംപ്ലീറ്റഡ്? ഈ കംപ്ലീറ്റ് വർക്ക് എത്ര ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ആവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എങ്ങനെ ചെയ്യാം നമ്മൾ? 40 men can complete a work in 15 days എന്ന് പറയുമ്പോൾ ടോട്ടൽ വർക്ക് എത്രയായിരിക്കും ടോട്ടൽ വർക്ക്? എഫിഷ്യൻസി ഇൻറ്റു ടൈം അല്ലേ? അതായത് 40 × 15 ഇസ് ഈക്വൽ ടു 600 ആണ് എന്ത് ടോട്ടൽ വർക്ക് അല്ലേ? ഓക്കെ, അവർ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങി 5 ദിവസത്തിന് ശേഷമാണ് 10 പേര് ജോയിൻ ചെയ്യുന്നത്. അതായത് 40 പേര് ചേർന്ന് 5 ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യില്ലേ അല്ലേ? അപ്പം അതെത്രയാണ്? 40 × 5 അല്ലേ? 40 × 5 എന്ന് പറയുമ്പോൾ 200. ഇത്രയും വർക്കാണ് അവർ 5 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ലേ? ഇനി എത്ര വർക്ക് ഉണ്ട്? ഇനി 400 വർക്കാണുള്ളത് അല്ലേ? 400 യൂണിറ്റ് വർക്കാണുള്ളത്. ആ 400 യൂണിറ്റ് വർക്ക് എത്ര പേര് ചേർന്നാണ് ചെയ്യുന്നത്? 40ഉം 10ഉം 50 പേര് ചേർന്നിട്ടാണ് ബാക്കി ഉള്ള വർക്ക് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ എത്ര വരും? 400 ആണ് ഇനി ബാക്കിയുള്ള വർക്ക് ബൈ എത്ര പേരുണ്ട്? 40 + 10 50 ആൾക്കാർ അല്ലേ? വർക്ക് ഡൺ ബൈ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ടൈം വരും. അപ്പോൾ നമുക്ക് എത്ര ഡേയ്സ് കിട്ടും എന്ന് അറിയാൻ പറ്റും. എത്ര ഉണ്ടാവും? 8 days അല്ലേ? പക്ഷെ നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ ദ ടോട്ടൽ വർക്ക് ബി കംപ്ലീറ്റഡ്? ടോട്ടൽ വർക്ക് എന്ന് പറയുമ്പോൾ 8 + ആദ്യം ഒരു 5 days കൂടെ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ 8 + 5 13 days എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. A company employed 200 workers to complete a certain work in 150 days. In 50 days, only 1/4 of the work was completed. In order to complete the entire work in time, how many additional workers need to be employed? എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? ഒരു കമ്പനി ഒരു സർട്ടൺ വർക്ക് തീർക്കാനായിട്ട് 200 ആൾക്കാരെ എംപ്ലോയ് ചെയ്തു. അവരുടെ ടാർഗറ്റ് ടൈം എത്രയാണ്? 150 days ആണ് അല്ലേ? പക്ഷെ എന്താണ് പ്രശ്നം പറ്റിയത്? എന്താണ്? ആദ്യത്തെ ഇൻ 50 days ഓൺലി 1/4 ഓഫ് ദ വർക്ക് വാസ് കംപ്ലീറ്റഡ്. ആദ്യത്തെ ആ ഒരു 50 ദിവസത്തിൽ 1/4 ഭാഗം മാത്രം, വർക്കിൻ്റെ 1/4 ഭാഗം മാത്രമേ കംപ്ലീറ്റ് ആയുള്ളൂ അല്ലേ? ഇൻ ഓർഡർ ടു കംപ്ലീറ്റ് ദ എൻറ്റയർ വർക്ക് ഇൻ ടൈം, ഈ ഒരു ടാർഗറ്റ് ടൈമിനുള്ളിൽ ഈ ഒരു കംപ്ലീറ്റ് വർക്ക് തീർക്കാനായിട്ട് എത്ര അഡീഷണൽ വർക്കേഴ്സ് വേണം എന്നാണ് ചോദ്യം അല്ലേ? അപ്പം നമ്മൾ ഇത്രയും നേരം ചെയ്ത ക്വസ്റ്റ്യൻസിൽ നിന്നും കുറച്ചൊന്ന് വ്യത്യസ്തമായിട്ടാണ് നിൽക്കുന്നത്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഇത് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്, ഞാൻ പറയാം. M1 D1 H1 by W1 is equal to M2 D2 H2 by W2. ഓക്കെ, ഇതെന്താണ്? ഈ ഓരോ ടേമും എന്താണ്? M1 എന്ന് പറയുന്നത് നമ്പർ ഓഫ് മെൻ ഓർ വുമൺ, അല്ലെങ്കിൽ എത്ര പേരാണ് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് M എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. D കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്പർ ഓഫ് ഡേയ്സ്. ഓക്കെ, H എന്താണ്? നമ്പർ ഓഫ് അവേഴ്സ്. W വർക്ക് ഡൺ. ഓക്കെ, ഇത്രയാണ് ഈ ഒരു അബ്രിവേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇതിൽ ആദ്യത്തെ സെക്ഷൻ അല്ലെങ്കിൽ ആദ്യത്തെ വർക്കിൻ്റെ സെറ്റ് എന്താണ് വരുന്നത്? M1 മെൻ എത്രയാണ് വരുന്നത്? 200 വർക്കേഴ്സ് ആണുള്ളത് അല്ലേ? ആദ്യത്തെ സെക്ഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ, ആദ്യത്തെ വർക്ക് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് 200 മെന്നായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഡേയ്സ് എത്രയായിരുന്നു? 50 days ആണ് അല്ലേ? 50 days. അവറിൻ്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടില്ല. ബൈ എത്ര യൂണിറ്റ് വർക്കാണ്? 1/4 ഓഫ് ദ വർക്ക് വാസ് കംപ്ലീറ്റഡ്. 1/4 ഓഫ് ദ വർക്ക് എന്ന് പറയുമ്പോൾ 1/4 ഭാഗമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഇതാണ് ആദ്യത്തെ ഒരു സെക്ഷൻ കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന നമ്മുടെ അവസ്ഥ അല്ലേ?
ഓക്കെ, ഇനി രണ്ടാമത്തേലോ, അപ്പോൾ ഇത്രയും കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഇനി നമുക്ക് കംപ്ലീറ്റ് ആക്കാനുള്ള എത്രയാണ്? 200 പ്ലസ് എത്രയോ അഡീഷണൽ മെൻ കൂടെ വേണം, എന്നാലേ നമ്മൾ വിചാരിച്ച സമയത്തിനുള്ളിൽ തീർക്കാൻ പറ്റുള്ളൂ അല്ലേ. ഇൻറ്റു എത്ര ഡേയ്സാണ് ബാക്കിയുള്ളത്? 50 ഡേയ്സ് ഓൾറെഡി കഴിഞ്ഞു അല്ലേ. ഇനി 100 ദിവസമാണ് ബാക്കിയുള്ളത് അല്ലേ. ഇൻറ്റു 100 ബൈ എത്രയാണ് ഇനി വർക്ക് ബാക്കിയുള്ളത്? 4ൽ 1 യൂണിറ്റ് ഓൾറെഡി കഴിഞ്ഞു. ഇനി എത്ര? 3 യൂണിറ്റ് ആണ് ബാക്കി വർക്ക് ഉള്ളത് അല്ലേ. അപ്പോൾ ബൈ 3. ഓക്കെ, അപ്പോൾ എന്ത് വരും? കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ 300 is equal to 200 plus x അല്ലേ. x is equal to 100 എന്ന് വരും. ഓക്കെ, അപ്പോൾ എന്ത് വരും? 100 അഡീഷണൽ മെൻ ആണ് നമുക്ക് വേണ്ടത് ഈ ഒരു വർക്ക് ടാർഗറ്റ് ടൈമിനുള്ളിൽ തീർക്കണമെങ്കിൽ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. A, B, C can complete a work in 15, 30 and 20 days respectively. A left the work 1 day before the work was completed and B left 2 days before the completion of the work. Find the number of days required to complete the whole work. എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? എക്കും ബിക്കും സിക്കും 15, 30, 20 ഡേയ്സ് ആണ് ഒരു വർക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ വർക്ക് കംപ്ലീറ്റ് ആവുന്നതിന് ഒരു ദിവസം മുൻപേ ആര് ലീവ് ചെയ്തു? എ ലീവ് ചെയ്തു. ഓക്കെ, പിന്നെ ബി വർക്ക് കംപ്ലീറ്റ് ആവുന്നതിൻ്റെ 2 ദിവസം മുൻപേ ലീവ് ചെയ്തു. ഓക്കെ, ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡേയ്സ് റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ ഹോൾ വർക്ക്. കംപ്ലീറ്റ് വർക്ക് തീർക്കാനായിട്ട് എടുക്കുന്ന ഡേയ്സിനെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് ഇതിൽ ആരാണ് കംപ്ലീറ്റ് ഡേ, അതായത് വർക്ക് തീരുന്നത് വരെ വർക്കിനുടനീളം ആരായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്? സി അല്ലേ. എയും ബിയും ഒരു ദിവസം 2 ദിവസം മുന്നേ ഒക്കെ ലീവ് ചെയ്യുന്നുണ്ട്, പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റേ ചെയ്യുന്ന ആളാണ് സി അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ വർക്ക്. ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന നമ്പർ ഓഫ് ഡേയ്സ് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ എക്സ് ഡേയ്സിലും ആര് വർക്ക് ചെയ്യുന്നുണ്ട്? സി വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. പക്ഷേ എ എത്ര ഡേയ്സേ വർക്ക് ചെയ്യുന്നുള്ളൂ? x-1 ഡേയെ വർക്ക് ചെയ്യുന്നുള്ളൂ. ബി എത്ര ഡേയ്സേ വർക്ക് ചെയ്യുന്നുള്ളൂ? x-2 ഡേയ്സേ വർക്ക് ചെയ്യുന്നുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ഇവർ ഓരോരുത്തരും ചെയ്യുന്ന വർക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ വർക്ക് കിട്ടില്ലേ? ടോട്ടൽ വർക്ക് ഡൺ അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് LCM മെത്തേഡ് വഴി നമുക്കൊരു വർക്ക് ഡൺ അസ്യൂം ചെയ്യാം അല്ലേ. എ, ബി, സി. ഓക്കെ, 15, 30 ആൻഡ് 20 അല്ലേ. ഇതാണ് ടൈം. എഫിഷ്യൻസിയോ? ടോട്ടൽ വർക്ക് നമുക്ക് എത്ര കിട്ടും? 60 അല്ലേ വരിക? യെസ്, 60 എന്ന് പറയുമ്പോൾ 4s are 60, 2s are 3s are 60. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫിഷ്യൻസി ഓഫ് എ 4 ആയിട്ട് കിട്ടി, എഫിഷ്യൻസി ഓഫ് ബി 2 ആയിട്ട് കിട്ടി, എഫിഷ്യൻസി ഓഫ് സി 3 ആയിട്ടും കിട്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു വർക്ക് തീരുന്നതിനുടനീളം സ്റ്റേ ചെയ്തിരുന്ന ആളാണ് സി അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്ക് ഡൺ ബൈ സി എത്രയായിരിക്കും? എഫിഷ്യൻസി ഇൻറ്റു ടൈം അല്ലേ. 3x പ്ലസ് ഇനി ബി ചെയ്യുന്ന വർക്ക് എത്രയായിരിക്കും? എഫിഷ്യൻസി ഓഫ് ബി 2 ആണ് ഇൻറ്റു ബി ചെയ്യുന്ന ടൈം എത്രയാണ്? x-2 ഡേയ്സ് അല്ലേ. 2 ദിവസം മുൻപേ ലീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ x-2 അതായത് 2 ഇൻറ്റു x-2 പ്ലസ് എയോ? എയുടെ എഫിഷ്യൻസി 4 ആണ്. എ എത്ര ദിവസം മുൻപെയാണ് ലീവ് ചെയ്യുന്നത്? 1 ഡേ മുൻപെയാണ് ലീവ് ചെയ്യുന്നത്. അതായത് എയുടെ എഫിഷ്യൻസി 4 ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് x-1. ഓക്കെ, ഇതിപ്പോൾ ടോട്ടൽ വർക്ക് ആയില്ലടാ അല്ലേ. സിയുടെ വർക്കായി, ബിയുടെ വർക്കായി, എയുടെ വർക്കായി. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇസ് ഈക്വൽ ടു 60, അതായത് നമ്മുടെ ടോട്ടൽ വർക്ക് അല്ലേ. അപ്പോൾ നമുക്ക് ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ പോരെ? ഫൈൻ. എന്താ വരിക? 3x പ്ലസ് 2x മൈനസ് 4 പ്ലസ് 4x മൈനസ് 4 ഇസ് ഈക്വൽ ടു 60. ഇതെത്ര വരും? 3x പ്ലസ് 2 5 പ്ലസ് 4 9x ഇസ് ഈക്വൽ ടു 68 വരും. x ഇസ് ഈക്വൽ ടു 68/9 വരും അല്ലേ.
അപ്പോൾ ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡേയ്സ് റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ ഹോൾ വർക്കാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമ്മൾ എന്തായിട്ടായിരുന്നു എടുത്തിട്ടുള്ളത്? എക്സ് ആയിട്ട് തന്നെയായിരുന്നു എടുത്തിട്ടുള്ളത്. എക്സ് നമുക്ക് 68/9 കിട്ടി. ആൻസർ ഇസ് 68/9. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻ. Anay does 5/11th part of the work in 10 days and Rohan does the 5/6th part of the same work in 15 days. They started together but Rohan left the work 5 days before the completion of the work and Anay completed the work. Find the number of days after which Rohan left work. എന്താണ് ചോദ്യം പറയുന്നത്? അനേ ഒരു വർക്കിൻ്റെ 5/11 ഭാഗം ചെയ്യാൻ എടുക്കുന്ന സമയം 10 ഡേയ്സ് ആണ്. രോഹൻ അതേ വർക്കിൻ്റെ 5/6 പാർട്ട് ചെയ്യാൻ എടുക്കുന്ന സമയം 15 ഡേയ്സ് ആണ് അല്ലേ? 15 ഡേയ്സ്. അവർ ഒന്നിച്ച് തുടങ്ങി, അവർ ഈ ഒരു വർക്ക് ചെയ്യാൻ ഒന്നിച്ച് തുടങ്ങി. പക്ഷേ രോഹൻ എന്ത് ചെയ്തു? ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആവുന്നതിന് 5 ദിവസം മുൻപ് ലീവ് ചെയ്ത് പോയി അല്ലേ? ആൻഡ് അനേ കംപ്ലീറ്റഡ് ദ വർക്ക്. ആരാണ് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്? അനയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡേയ്സ് വിച്ച് രോഹൻ ലെഫ്റ്റ് വർക്ക്. ഓക്കെ ഓക്കെ, കണ്ടുപിടിച്ചാലോ? എങ്ങനെയാണ് ചെയ്യേണ്ടത്? 5/11th പാർട്ട് ഓഫ് ദ വർക്ക് എന്ന് പറയുമ്പോൾ അനൈ ഒരു ഫുൾ വർക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയായിരിക്കും? അനൈ ഇൻറ്റു 5/11. അനയുടെ ഫുൾ വർക്കിൻ്റെ 5/11 ആണ് 10 ഡേയ്സ് എടുക്കുന്നത്. അപ്പോൾ ഫുൾ വർക്ക് ചെയ്യാനായിട്ട് അനൈ എത്ര സമയം എടുക്കും? 22 ഡേയ്സ് എടുക്കും അല്ലേ? അതുപോലെ രോഹൻ അതേ വർക്കിൻ്റെ 5/6 പാർട്ട് ചെയ്യാനായിട്ട് എത്ര ഡേയ്സ് എടുക്കുന്നുണ്ട്? 15 ഡേയ്സ് എടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര ഡേയ്സ് എടുക്കും? 18 ഡേയ്സ് എടുക്കും അല്ലേ? ഫൈൻ. അപ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് അസ്യൂം ചെയ്തൂടെ? എന്താണ് LCM? 198 ആയിരിക്കും വരിക അല്ലേ? 198 ആണ് LCM വരിക. എഫിഷ്യൻസി എത്ര വരും അങ്ങനെയാണെങ്കിൽ? ഇൻറ്റു 9 ഇൻറ്റു 11. ഓക്കെ, അപ്പോൾ നമുക്ക് എയുടെ എഫിഷ്യൻസി 9 ആയിട്ടും കിട്ടി, രോഹൻ്റെ എഫിഷ്യൻസി 11 ആയിട്ടും കിട്ടി. ഓക്കെ, ഇനി രോഹൻ ലെഫ്റ്റ് ദ വർക്ക് 5 days ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ വർക്ക് ആൻഡ് അനേ കംപ്ലീറ്റഡ് ദ വർക്ക് എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു വർക്കിലുടനീളം ആരുണ്ടായിരുന്നു? അനേ ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ, ഇനി ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം നമ്മൾ വീണ്ടും എന്തായിട്ട് എടുക്കുന്നു? എക്സ് ആയിട്ട് എടുക്കുന്നു. ഓക്കെ ഓക്കെ, ഇനി അനേ ചെയ്യുന്ന വർക്ക് എത്രയായിരിക്കും? അനയുടെ എഫിഷ്യൻസി 9 ആണ്. അനേ ചെയ്യുന്ന കാരണം ആദ്യം മുതൽ അവസാനം വരെ അനേ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എക്സ് ഡേയ്സിലും അനേ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ ബൈ അനേ എത്രയായിരിക്കും? എഫിഷ്യൻസി ഓഫ് അനേ 9 ഇൻറ്റു എക്സ് ആണ് ടോട്ടൽ വർക്ക് ഡൺ ബൈ അനേ അല്ലേ? പ്ലസ് ഇനി രോഹൻ ചെയ്യുന്ന വർക്ക് എത്രയാണ്? രോഹൻ ചെയ്യുന്നത് 11 എഫിഷ്യൻസി അല്ലേ? 11 എഫിഷ്യൻസി. പക്ഷേ അയാൾ 5 ഡേയ്സ്, അതായത് കംപ്ലീഷന് മുൻപ് 5 ഡേയ്സ് മുൻപ് ലീവ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എക്സിൽ നിന്നും 5 ഡേയ്സ് കുറവ് മാത്രമേ ആര് വർക്ക് ചെയ്യുന്നുള്ളൂ? രോഹൻ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്ത് വരും? രോഹൻ്റെ എഫിഷ്യൻസി 11 ഇൻറ്റു എക്സ് മൈനസ് 5. ഓക്കെ, ഇപ്പം അനയുടെ വർക്കുമായി രോഹൻ്റെ വർക്കുമായി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ വർക്ക് ആയില്ലേ അല്ലേ? ടോട്ടൽ വർക്ക് നമ്മൾ അസ്യൂം ചെയ്ത പ്രകാരം 198 ആണ് അല്ലേ? അപ്പോൾ എന്ത് വരും? 9x പ്ലസ് 11x മൈനസ് 55 ഇസ് ഈക്വൽ ടു 198 എന്ന് വരും അല്ലേ? 20x ഇസ് ഈക്വൽ ടു 253 വരും. എക്സ് ഇസ് ഈക്വൽ ടു 253/20 എന്ന് വരും. ഓക്കെ, പക്ഷേ എക്സ് ഇസ് ഈക്വൽ ടു 253/20 എന്ന് കിട്ടി. പക്ഷേ ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡേയ്സ് ആഫ്റ്റർ വിച്ച് രോഹൻ ലെഫ്റ്റ് വർക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രോഹൻ ലീവ് ചെയ്ത് എപ്പോഴാണ്? എക്സ് മൈനസ് 5 അല്ലേ നമുക്ക് എടുക്കേണ്ടത് അല്ലേ? അപ്പോൾ എന്ത് വരും ആൻസർ? 253/20 മൈനസ് 5 ചെയ്യണം അല്ലേ? നമുക്ക് ഈ ഒരു നമ്പർ ഓഫ് ഡേയ്സ് ആണ് കിട്ടേണ്ടത് അല്ലേ? രോഹൻ വർക്ക് ചെയ്ത ആ ഒരു സമയമാണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ? അപ്പോൾ എന്ത് വരും? 253 മൈനസ് 5/20 എന്ന് പറയുമ്പോൾ 253 മൈനസ് 100/20 എന്ന് പറയുമ്പോൾ 153/20 ഡേയ്സ് എന്ന് വരും. ക്ലിയർ ആണോ? ഫൈൻ. അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ? Okay.
If 6 men can complete a work in 4 days and 3 women can complete the same work in 7 days, then find the time taken to complete the same work by 8 men and 3 women. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 6 മെന്നിന് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 4 ഡേയ്സും 3 വുമണിന് അതേ സെയിം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 7 ഡേയ്സും എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതേ വർക്ക് 8 മെന്നും 3 വുമണും ചേർന്ന് ചെയ്യുമ്പോൾ എത്ര സമയം എടുക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? സെയിം വർക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സെയിം വർക്ക് എന്ന് പറയുമ്പം 6 മെൻ 4 ഡേയ്സ് കൊണ്ട് ചെയ്യുന്ന വർക്കും 3 വുമൺ 7 ഡേയ്സ് കൊണ്ട് ചെയ്യുന്ന വർക്കും തുല്യമായിരിക്കും, ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് അത് ഇക്വേറ്റ് ചെയ്തൂടെ? അതുവഴി എഫിഷ്യൻസി ഓഫ് മാൻ ആൻഡ് വുമൺ നമുക്ക് കണ്ടുപിടിച്ചൂടെ? ഓക്കെ, എഫിഷ്യൻസി ഓഫ് മാൻ ആൻഡ് വുമൺ നമുക്ക് എമ്മും ഡബ്ല്യു ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി വർക്ക് ഡൺ ഇക്വേറ്റ് ചെയ്യാൻ പോവാണേ. അപ്പോൾ എന്ത് ചെയ്യും? 6 men ഓക്കെ ഇൻ 4 days. ഇപ്പോൾ ഇതെന്താണ്? ടോട്ടൽ വർക്ക് ഡൺ ആണ് അല്ലേ. ദിസ് ഇസ് ഈക്വൽ ടു 3 women 7 days കൊണ്ട് ചെയ്യുന്ന വർക്കിന് ഈക്വൽ ആണ് 6 men 4 days കൊണ്ട് ചെയ്യുന്ന വർക്ക്. ഓക്കെ, ഇതുവഴി നമുക്ക് മെന്നിൻ്റെയും വുമൻ്റെയും എഫിഷ്യൻസി റേഷ്യോ കിട്ടും അല്ലേ. എന്ത് വരും? യെസ്, മാൻ ബൈ വുമൺ ഇസ് ഈക്വൽ ടു 7/8. ഇതിപ്പോൾ എഫിഷ്യൻസി റേഷ്യോ ആണല്ലേ. അപ്പം നമുക്കിനി ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കണം. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒന്നുകിൽ ഈ ഒരു പാർട്ടിൽ ഇതും വർക്ക് ഡൺ ആണ്, ഇതും വർക്ക് ഡൺ ആണ്, ടോട്ടൽ വർക്ക് ഡൺ ആണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ടിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോരെ. ടോട്ടൽ വർക്ക് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടോട്ടൽ വർക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 6 × 7 × 4 ബൈ അല്ലേ 6 മെന്നിന് നമ്മൾ 7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, 4 ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? 6 × 7 × 4 അതാണ് ടോട്ടൽ വർക്ക് ഡൺ ബൈ നമുക്ക് എന്ത് ചെയ്യണം? 8 മെന്നും 3 വുമണും കൂടെ ചേർന്ന് കമ്പൈൻഡ് ആയിട്ടുള്ള എഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യണം, എന്നാലേ നമുക്ക് ടൈം കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി 8 men എന്ന് പറയുമ്പോൾ 8 × 7 is equal to 56. ഇതാണ് ഇവർ ചെയ്യുന്ന വർക്ക്. 8 men and 3 women. 3 women എന്ന് പറയുമ്പോൾ 8 × 3 is equal to 24 അല്ലേ. അപ്പോൾ എത്ര വരും? 80 അല്ലേ. 80 വരും. 80 വരും. 4 കട്ട് ചെയ്താൽ 23 10. അപ്പോൾ എത്ര വരും? is equal to 21/10 days എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഫൈൻ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. Amrit is thrice as good a workman as Bhagat. Therefore, Amrit is able to finish a piece of work in 50 days less than Bhagat. The time in days in which they can finish it working together is. എന്താണ് ക്വസ്റ്റ്യൻ? അമൃത് ഭഗത്തിനേക്കാൾ ത്രൈസ് എ ഗുഡ് വർക്ക്മാൻ ആണ്. അതുകൊണ്ട് തന്നെ അമൃതിന് ആ ഒരു പീസ് ഓഫ് വർക്ക് തീർക്കാനായിട്ട് ഭഗത്തിനേക്കാൾ 50 ദിവസം കുറവ് മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. The time in days in which they can finish working together. അവർ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ ഈ ഒരു വർക്ക് തീർക്കാൻ എടുക്കുന്ന സമയത്തെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ്? എഫിഷ്യൻസിയുടെ റേഷ്യോ അവർ തന്നിട്ടുണ്ട്. അമൃത് ആൻഡ് ഭഗത്. അമൃത് ഇസ് ത്രൈസ് എ ഗുഡ് വർക്ക്മാൻ ആസ് ഭഗത് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വരും? ടൈം റേഷ്യോ എന്ത് വരും? അതിൻ്റെ ഇൻവേഴ്സ് വരും. എന്ത് വരും? 1 3 വരും. ടോട്ടൽ വർക്ക് നമുക്ക് എന്തായിട്ട് എടുക്കാം? 3 ആയിട്ട് തന്നെ എടുക്കാം. 3 × 1 3, 1 × 3 3 അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ ഈ ഒരു റേഷ്യോ അല്ലേ, ഈ ഒരു റേഷ്യോ അമൃത് ഒരു അതായത് 2 യൂണിറ്റ് കുറവാണ് സമയം എടുക്കുന്നത്. 2 യൂണിറ്റ് സമയം അമൃത് കുറവാണ് ഭഗത്തിനേക്കാൾ എടുക്കുന്നത്. ഈ 2 യൂണിറ്റ് അല്ലേ ഈ ഒരു 50 days എന്ന് പറയുന്നത് റേഷ്യോയുടെ കൺസെപ്റ്റിൽ അല്ലേ. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? 1 യൂണിറ്റ് 25 days ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് റിയൽ ടൈമിൻ്റെ കൺസെപ്റ്റ്, റിയൽ ടൈം എത്രയാണെന്ന് കിട്ടി. എത്രയാണ് റിയൽ ടൈം എന്ന് പറയുന്നത്? അമൃതും ഭഗത്തും എടുക്കുന്ന റിയൽ ടൈം എന്ന് പറയുന്നത് ഇതിപ്പോൾ 25. 1 യൂണിറ്റ് 25 ആണ്. 25 കിട്ടി. 3 യൂണിറ്റ് എത്രയായിരിക്കും? അപ്പോൾ 75 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ടോട്ടൽ വർക്ക് ഡൺ 75. ഓക്കെ, ഇതെന്ത് വരും? 3 1 എഫിഷ്യൻസി. കറക്റ്റ് അല്ലേ? എഫിഷ്യൻസി അല്ലേ? ഓക്കെ, ദ ടൈം ഇൻ വിച്ച് ദേ ക്യാൻ ഫിനിഷ് വർക്കിംഗ് ഇറ്റ് ടുഗെദർ ഇസ്. വർക്കിംഗ് ഇറ്റ് ടുഗെദർ എന്ന് പറയുമ്പോൾ എഫിഷ്യൻസി നമുക്ക് എത്ര വരും? 4 വരും അല്ലേ. അപ്പോൾ നമുക്ക്
75 നമ്മുടെ ടോട്ടൽ വർക്ക് ഡൺ എന്ന് നമ്മൾ അസ്യൂം ചെയ്തിരുന്നു. നമുക്ക് ടോട്ടൽ എഫിഷ്യൻസി ഓഫ് അമൃത് ആൻഡ് ഭഗത് എത്രയാണ്? 4 ആണ്. അപ്പം നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എത്ര വരും? 1s 35 എന്ന് പറയുമ്പോൾ 8s 32 3/4 18 3/4 ഡേയ്സ് അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. A and B can finish a work in 15 days and 10 days respectively. A started the work alone and after 5 days B joined A in the work. They both did the remaining work. What is the total number of days to complete the work? Okay, എന്താണ് ക്വസ്റ്റ്യൻ? എയും ബിയും കൂടെ ചേർന്നിട്ട് ഒരു വർക്ക് ചെയ്യാൻ 15 ഡേയ്സും ചേർന്നിട്ടല്ല, സെപ്പറേറ്റ് ആയിട്ട് 15 ഡേയ്സും 10 ഡേയ്സും ആണ് എടുക്കുന്നത്. ഓക്കെ, എ സ്റ്റാർട്ടഡ് ദ വർക്ക് അലോൺ ആൻഡ് ആഫ്റ്റർ 5 ഡേയ്സ് ബി ജോയിൻഡ് എ ഇൻ ദ വർക്ക്. എന്താണ് പറയുന്നത്? ഈ ഒരു വർക്ക് എ ആണ്, തുടക്കത്തിൽ എ ഒറ്റയ്ക്കാണ് തുടങ്ങിയത്, ശേഷം ബി എന്ത് ചെയ്യുന്നു? എനെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദേ ബോത്ത് ഡിഡ് ദ റിമൈനിങ് വർക്ക്. ബാക്കിയുള്ള വർക്ക് ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് ചെയ്യുന്നത്. വാട്ട് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് ടു കംപ്ലീറ്റ് ദ വർക്ക്? എത്രയാണ് ഇൻ ടോട്ടൽ അവർ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന ടൈം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് കണ്ടുപിടിച്ചാലോ. ടൈം എത്രയാ? എ ആൻഡ് ബി ടൈം എത്രയാണ്? 15 and 10. നമുക്ക് എന്ത് വരാം? ടോട്ടൽ വർക്ക് എന്ത് വരാം? 30 അല്ലേ? എഫിഷ്യൻസി എത്ര വരും? × 2 × 3. യെസ്, എഫിഷ്യൻസി നമുക്ക് എയുടേത് 2 ആയിട്ടും ബിയുടേത് 3 ആയിട്ടും കിട്ടി. ഓക്കെ, എ സ്റ്റാർട്ടഡ് ദ വർക്ക് അലോൺ ആൻഡ് ആഫ്റ്റർ 5 ഡേയ്സ് എന്നാ പറഞ്ഞത്. അതായത് 5 ദിവസം എ ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു സമയത്തിൽ എ ചെയ്യുന്ന വർക്ക് എത്രയായിരിക്കും? എയുടെ എഫിഷ്യൻസി 2 × 5 ഡേയ്സ് അല്ലേ? × 5 is equal to 10 യൂണിറ്റ് വർക്ക് ഓൾറെഡി എ ഒറ്റയ്ക്ക് ചെയ്ത് തീർത്തു അല്ലേ? ഇനി ബാക്കി എത്ര വർക്ക് ഉണ്ട്? 30 - 10 20. 30 - 10 എന്ന് പറയുമ്പോൾ 20 യൂണിറ്റ് വർക്ക് ബാക്കി ഉണ്ട്. അതാരാണ് ചെയ്യുന്നത്? രണ്ടുപേരും ഒന്നിച്ചാണ് ചെയ്യുന്നത്. രണ്ടുപേരും ഒന്നിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ എഫിഷ്യൻസി എത്രയാണ്? 2 + 3 5 ആണല്ലേ? അപ്പോൾ എന്ത് വരും? 20/5 is equal to 4 എന്ന് വരും. ഓക്കെ, അവർ കമ്പൈൻ ചെയ്ത് ചെയ്യുന്ന സമയത്ത് 4 ദിവസവും എടുക്കുന്നുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുമ്പോൾ ആദ്യം ഒരു 5 ഡേയ്സും കൂടെ ഉണ്ടായിരുന്നു. എ ഒറ്റയ്ക്ക് വർക്ക് ചെയ്ത 5 ദിവസവും പിന്നെ രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്യുന്ന 4 ദിവസവും. 5 × 4 9 ദിവസമാണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഫൈൻ. A can do as much work as B and C together can do. A and B can together do a piece of work in 7 hours 12 minutes and C can do it in 36 hours. Find the time in hours that B needs to do the work alone. എന്താണ് പറഞ്ഞിട്ടുള്ളത്? എക്ക് ബിയും സിയും ഒന്നിച്ച് ചെയ്യുന്ന അത്ര എഫിഷ്യൻസി ഉണ്ട് എന്നാണ് പറയുന്നത്. എയുടെ എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു ബിയുടെയും സിയുടെയും കമ്പൈൻഡ് എഫിഷ്യൻസി എന്നാണ് ആദ്യത്തെ സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ? എ ക്യാൻ ഡു ആസ് മച്ച് വർക്ക് ആസ് ബി ആൻഡ് സി ടുഗെദർ ക്യാൻ ഡു അല്ലേ? എ ആൻഡ് ബി ക്യാൻ ടുഗെദർ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 7 hours and 12 minutes. എയും ബിയും കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അവർ എടുക്കുന്ന സമയം 7 മണിക്കൂറും 12 മിനിറ്റും ആണ്. സി ക്യാൻ ഡു ഇറ്റ് ഇൻ 36 hours. സി ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അത് 36 മണിക്കൂറാണ് എടുക്കുന്നത്. ഫൈൻഡ് ദ ടൈം ദാറ്റ് ബി നീഡ്സ് ടു ഡു ദ വർക്ക് അലോൺ. ഓക്കെ, ബി എടുക്കുന്ന സമയത്തെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? ഈ ഒരു പാർട്ടിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? എയുടെ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു കമ്പൈൻഡ് എഫിഷ്യൻസി ഓഫ് ബി പ്ലസ് സി എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, മനസ്സിൽ വയ്ക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സാധാരണ മെത്തേഡ് പോലെ ചെയ്യാം. എ പ്ലസ് ബി, എയും ബിയും കൂടെ കമ്പൈൻഡ് ആയിട്ട് എത്ര ടൈം എടുക്കുന്നുണ്ട്? 7 hours 12 minutes എന്ന് പറയുമ്പോൾ 7 12/60 അല്ലേ? അപ്പോൾ 7 1/5 വരും അല്ലേ? അപ്പോൾ എത്ര വരും? 36/5 hours എന്ന് വരും. അപ്പോൾ എന്ത് വരും? അടുത്തത് സി ക്യാൻ ഡു ഇറ്റ് ഇൻ 36 hours. സി മാത്രം 36 മണിക്കൂർ എടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ഡൺ എന്ത് വരും? LCM ഓഫ് 36/5 ആൻഡ് 36 എന്ന് പറയുമ്പോൾ 36 വരും. ഓക്കെ, × 5 × 1 അല്ലേ?
എയുടെയും ബിയുടെയും കമ്പൈൻഡ് എഫിഷ്യൻസി 5ഉം സിയുടെ മാത്രം എഫിഷ്യൻസി 1 വന്നു. ഓക്കെ, ഇനി എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? നമുക്ക് നമുക്ക് ആദ്യം ഒരു ക്ലൂ തന്നിട്ടുണ്ട് അല്ലേ, എ ഇസ് ഈക്വൾ ടു എയുടെ എഫിഷ്യൻസി ഇസ് ഈക്വൾ ടു കമ്പൈൻഡ് എഫിഷ്യൻസി ഓഫ് ബി പ്ലസ് സി അല്ലേ. അപ്പം നമുക്ക് ഇവിടെ ഈ ഒരു ഇക്വേഷൻ നമുക്ക് അത് ഇട്ട് കൊടുത്തൂടെ അല്ലേ. എ പ്ലസ് എയുടെയും ബിയുടെയും കമ്പൈൻഡ് എഫിഷ്യൻസി 5 ആണെങ്കിൽ നമുക്ക് എക്ക് പകരം ബി പ്ലസ് സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും? ഇസ് ഈക്വൽ ടു 5 എന്ന് വരും. 2b പ്ലസ് 1 ഇസ് ഈക്വൽ ടു 5 എന്ന് വരും. ബി ഇസ് ഈക്വൽ ടു 2 എന്നും വരും അല്ലേ. യെസ്, ബി ഇസ് ഈക്വൽ ടു 2 എന്ന് വരും. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബി ഈ ഒരു വർക്ക് ചെയ്യാനെടുക്കുന്ന സമയത്തെ പറ്റിയാണ്. വർക്ക് എന്താ നമ്മൾ അസ്യൂം ചെയ്തത്? 36 അല്ലേ. ഓക്കെ, 36 ബൈ ബിയുടെ എഫിഷ്യൻസി എത്രയാണ്? 2 ആണ്. 36 ബൈ 2 ഇസ് ഈക്വൽ ടു 18 hours. ഓക്കെ, ഫൈൻ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. Ramu and Mohan can separately complete a work in 10 hours and 16 hours respectively. After working for 2 hours together, Mohan leaves the work. In how many hours will Ramu finish the remaining work? എന്താ പറഞ്ഞിരിക്കുന്നത്? രാമു മോഹനും ഒരു വർക്ക് സെപ്പറേറ്റ്ലി ചെയ്യാനായിട്ട് 10 മണിക്കൂറും 16 മണിക്കൂറുമാണ് എടുക്കുന്നത്. ആഫ്റ്റർ വർക്കിംഗ് ഫോർ 2 hours ടുഗെദർ, 2 മണിക്കൂർ ഒന്നിച്ച് വർക്ക് ചെയ്തതിനു ശേഷം ആരാണ് ലീവ് ചെയ്യുന്നത്? മോഹൻ ലീവ് ചെയ്യാണ് ഈ വർക്ക്. ഓക്കെ, ഇൻ ഹൗ മെനി അവേഴ്സ് വിൽ രാമു ഫിനിഷ് ദ റിമൈനിങ് വർക്ക്? ബാക്കിയുള്ള വർക്ക് രാമു ഫിനിഷ് ചെയ്യാനായിട്ട് എത്ര സമയം എടുക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ചെയ്യാലോ. രാമു ആൻഡ് മോഹൻ ടൈം എത്രയാണ്? 10 hours and 16 hours. നമ്മുടെ LCM മെത്തേഡ് വഴി ടോട്ടൽ വർക്ക് ഡൺ LCM എത്ര വരാം? 80 അല്ലേ. 80 8s 16 5s. യെസ്, അപ്പോൾ രാമുയുടെ എഫിഷ്യൻസി 8 നമുക്ക് കിട്ടി. മോഹൻ്റെ എഫിഷ്യൻസി നമുക്ക് 5 യൂണിറ്റ് ആയിട്ടും കിട്ടി. ഓക്കെ, രണ്ടുപേരും ഒന്നിച്ച് 2 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് രണ്ടുപേരും ഒന്നിച്ച് എന്ന് പറയുമ്പോൾ കമ്പൈൻഡ് എഫിഷ്യൻസി ആയിരിക്കും വരിക അല്ലേ. കമ്പൈൻഡ് എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ 8 5 13 ഇൻറ്റു എത്ര മണിക്കൂറാണ് ചെയ്യുന്നത്? 2 മണിക്കൂർ അല്ലേ. അപ്പം നമുക്ക് മനസ്സിലായി ഇവർ രണ്ടുപേരും ഒന്നിച്ച് 2 മണിക്കൂർ ചെയ്യുമ്പോൾ ഇൻറ്റു വരുമ്പോൾ 26 യൂണിറ്റ് വർക്ക് ഓൾറെഡി കംപ്ലീറ്റ് ആയി അല്ലേ. ഇനി ബാക്കി എത്ര വർക്കാണുള്ളത്? 4 30 54 വർക്കാണ് ബാക്കിയുള്ളത്. അത് ആരാ ഫിനിഷ് ചെയ്യുന്നത്? രാമു ആണ് ഫിനിഷ് ചെയ്യുന്നത്. രാമുയുടെ എഫിഷ്യൻസി എന്താണ്? ഇപ്പോൾ വർക്ക് ഡൺ ബൈ എഫിഷ്യൻസി ഓഫ് രാമു എന്ന് പറയുമ്പോൾ ബൈ 8 അല്ലേ, ഇസ് ഈക്വൽ ടു 6 are 48. 6 by 8 എന്ന് പറയുമ്പോൾ എത്ര വരും? 3/4 വരും അല്ലേ. 6 3/4. ഫൈൻ, ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. Sakshi and Komal together can complete a work in 10 days. Komal can complete the same work in 22 days. They started working together, but Sakshi left the work after 3 days and Komal completed the remaining work alone. Find the total number of days in which the work is completed. സാക്ഷിയും കോമളും ഒന്നിച്ച് ഒരു വർക്ക് ചെയ്യാൻ 10 ദിവസം എടുക്കുന്നുണ്ട്. കോമൾ ക്യാൻ കംപ്ലീറ്റ് ദ സെയിം വർക്ക്. കോമൾ ഒറ്റയ്ക്ക് 22 ദിവസവും എടുക്കുന്നുണ്ട്. അവർ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങി. പക്ഷേ സാക്ഷി എന്ത് ചെയ്തു? ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് 3 ദിവസം മുൻപ് സാക്ഷി ലെഫ്റ്റ് ദ വർക്ക് ആഫ്റ്റർ 3 days. ഓക്കെ, സോറി, ഇവർ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങി 3 ദിവസത്തിന് ശേഷം സാക്ഷി ഈ വർക്ക് ലീവ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് കോമൾ കംപ്ലീറ്റഡ് ദ റിമൈനിങ് വർക്ക് അലോൺ. ആരാണ് ഈ ബാക്കി വരുന്ന വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്? കോമളാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ്, ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഫൈൻ. അപ്പോൾ എന്ത് വരും? സാക്ഷി പ്ലസ് കോമൾ രണ്ടുപേരും ഒന്നിച്ച് എത്ര സമയം എടുക്കുന്നു? 10 days എടുക്കുന്നു. കോമൾ ഒറ്റയ്ക്ക് എത്ര ദിവസം എടുക്കുന്നു? 22 ദിവസം എടുക്കുന്നു. അപ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് എത്ര അസ്യൂം ചെയ്യാം? LCM ഓഫ് 10 and 22 എന്ന് പറയുമ്പോൾ ടോട്ടൽ വർക്ക് എന്ന് 110 അല്ലേ. യെസ്, 110 LCM വരെ. അപ്പോൾ നമ്മൾ ടോട്ടൽ വർക്ക് 110 എടുത്തു. അപ്പോൾ ഇവരുടെ കമ്പൈൻഡ് എഫിഷ്യൻസി എത്ര വരും? 11. 22 5s 110. ഓക്കെ, കമ്പൈൻഡ് എഫിഷ്യൻസി ഓഫ് സാക്ഷി ആൻഡ് കോമൾ 11 വരും. കോമളുടെ മാത്രം എഫിഷ്യൻസി 5 വരും അല്ലേ. ഓക്കെ, അവർ ഒന്നിച്ച് 3 days വർക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. അതിന് ശേഷം മാത്രമേ സാക്ഷി ലീവ് ചെയ്യുന്നുള്ളൂ. അതായത് 3 ദിവസം കൊണ്ട് ഇവർ രണ്ടുപേരും ചേർന്ന് കംപ്ലീറ്റ് ചെയ്യുന്ന വർക്ക് എത്രയായിരിക്കും? 11 ആണ് കമ്പൈൻഡ് എഫിഷ്യൻസി അല്ലേ. 11 ഇൻറ്റു
3 അല്ലേ? 11 into 3 എന്ന് പറയുമ്പോൾ 33 യൂണിറ്റ് ഓൾറെഡി ഇവർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നിട്ടാണ് സാക്ഷി പോകുന്നത്. അപ്പോൾ ഇനി എത്ര യൂണിറ്റ് ബാക്കിയുണ്ട് വർക്ക്? 110 അല്ലേ? 7 40 60 70 77 ബൈ എത്രയാണ് വരിക? അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബാക്കിയുള്ള വർക്ക് ചെയ്യുന്ന ആളാരാണ്? കോമളാണ്. കോമൾ കംപ്ലീറ്റ് ദ റിമൈനിങ് വർക്ക് അലോൺ. അപ്പോൾ കോമൾ ചെയ്യുമ്പോൾ 5 യൂണിറ്റ് ആണ് കോമളുടെ എഫിഷ്യൻസി ബൈ 5 എന്ന് വരും. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് ആണ് അല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുമ്പോൾ 77 ബൈ 5 പ്ലസ് ആദ്യം ഇവരൊരു 3 ദിവസം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പ്ലസ് 3യും കൂടെ വേണം എന്നല്ലേ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് വരുള്ളൂ. അപ്പോൾ എത്ര വരും? 77 പ്ലസ് 15 ബൈ 5 എന്ന് പറയുമ്പോൾ 10 87 5 92. യെസ്, 92 ബൈ 5 എന്ന് വരും. 92 ബൈ 5 ആണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, ഫൈൻ. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് ഈ ഒരു ക്വസ്റ്റിനോട് കൂടി നമ്മുടെ ഈ ഒരു സെഷൻ എന്താണ് ടൈം ആൻഡ് വർക്കിൻ്റെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു സെഷൻ QA സെഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.